ഹലോ, ഗുഡ് ഈവനിങ് എവ്രി വൺ. എന്തൊക്കെയുണ്ട്? എല്ലാരും യൂണിറ്റ് കേൾക്കാൻ വേണ്ടി മറ്റു തിരക്ക് മാറുന്ന ഒന്നല്ലേ. നമ്മൾ ഓരോ വീക്കിലും ഇങ്ങനെ കണ്ടക്ട് ചെയ്യാറുണ്ട്. മാമന്മാരും വരെയുണ്ട്. ഇന്ന് കുറെ പുതിയ പേരുണ്ടെന്ന് തോന്നുന്നു. കുറെ കാണാത്ത പേരുകളൊക്കെ കാണുന്നുണ്ട്. മെമ്പറായി വരിക ഉള്ളവരും ഉണ്ട് കേട്ടോ, ഇന്നുള്ളവരും ഉണ്ട്. പക്ഷെ അവരെ കണ്ടക്ഷൻ ചെയ്തത് മാത്രം. നമ്മൾ ഓരോ ടോപ്പിക് എടുത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യില്ലേ. അഫ്സൽ സാർ തന്നെയാണ്. അഫ്സൽ സാറിന് എല്ലാവർക്കും ഉണ്ടാവും. നമ്മളെ മാജിദ് വീക്ക്നെസിന്റെ അമരൻ, അതിന്റെ ഹെഡിൽ അഫ്സൽ സാറാണ്. നമ്മൾ ഫൗസിന അങ്ങനെ നമ്മൾ ഓരോ ദിവസം കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഇന്നത് നമ്മളെ വേൾഡ് ലെജൻഡ് ആയിട്ടുള്ള ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു കാര്യം വന്നിട്ടുണ്ടായിരുന്നു. ലോകത്തെ എട്ടാമത്തെ വണ്ടറായിട്ട് അറിയപ്പെടുന്ന, എട്ടാം അത്ഭുതമായിട്ട് അറിയപ്പെടുന്ന ഒരു സംഭവം ഉണ്ട്. എന്താ അറിയാൻ ക്യൂരിയസ് ഇല്ലേ? ഞാൻ പറയുന്നില്ല, ബാക്കി കാര്യങ്ങൾ സാറെല്ലാം പറയും. ഹാബിറ്റ് ഫോർമേഷന്റെ ഒക്കെ ഭാഗമായിട്ട് അതിനെ വലിയ ലെജൻഡ് നമുക്ക് അവസരം വെൽക്കം ചെയ്യാം. ഓക്കെ, താങ്ക് യു മിസ്ന, താങ്ക് യു സോ മച്ച്. സത്യം പറഞ്ഞാൽ ഫുള്ള് ക്ലിയർ ആയിട്ട് കേട്ടിട്ടൊന്നുമില്ല, പക്ഷെ എനിക്ക് കാര്യം അറിയുന്നതുകൊണ്ട് മനസ്സിലായിട്ടുണ്ട്. അവിടെ ചെറിയ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. ആ ഫൗസിയ ഞാൻ പറയുന്ന സമയത്ത് ഇങ്ങനെ ഇതാവണ്ടായിരുന്നു. കുഴപ്പമില്ല, ഞാനൊന്നും കൂടെ പറയാം. ഫൗസിയ മാം, ഗുഡ് ഈവനിങ്. നമുക്ക് കൗൺസിലിംഗ് ഒക്കെ ചെയ്യണ്ടേ? നിങ്ങൾ ഇങ്ങനെ നടന്നു കേട്ടോ. ടൂൾസ് കാര്യങ്ങളൊക്കെ നോക്കി അപ്ഡേഷൻ ചെയ്യണം നമുക്ക്. അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്, ബീന മാം ഇപ്പൊ ക്ലിയർ ഉണ്ടോ? ഞാൻ പറയുന്നത് ക്ലിയർ ഉണ്ടോ? ഓക്കെ ആണല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതത്തെ കുറിച്ചാണ്. നിങ്ങളെല്ലാവരും വിചാരിക്കും, എട്ടാമത്തെ അത്ഭുതം അതെന്താ സംഭവം എന്നുള്ള രീതിയിൽ ഒരു ചിന്ത വരുന്നുണ്ടാവും. വലിയ സംഭവം ഒന്നല്ല, നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. പക്ഷെ നിങ്ങൾ ചിലപ്പോൾ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വിട്ടുപോകുന്ന ചെറിയ കാര്യമായിരിക്കും. പക്ഷെ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ലൈഫിൽ. നമ്മൾ ഏത് മേഖലയിൽ, ഇപ്പം നമ്മളുടെ ആരോഗ്യപരമായിട്ടാണെങ്കിലും കരിയർ വൈസ് ആണെങ്കിലും നമ്മളുടെ കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും നമ്മളുടെ ആത്മീയപരമായിട്ടുള്ള വളർച്ചയിലാണെങ്കിലും ഒക്കെ ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഏതായാലും ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും, എൻ്റെ പേര് ഹഫ്സൽ മാജിദ്, യൂണിക്നെസ് കോച്ച്. അപ്പൊ ഒരുപാട് ആൾക്കാർ ഇവിടെ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അധികം എന്നെ പറ്റി പറയുന്നില്ല. അപ്പം എല്ലാവരോടും ഇങ്ങനെ നമ്മുടെ യൂണിക് ടോക്സിന്റെ എട്ടാമത്തെ സെഷനാണ്. ഇതിൽ ജോയിൻ ചെയ്യാൻ ഒരു ടൈം കണ്ടെത്തിയതിന് നമ്മൾക്കൊരു നിങ്ങളുടെ വാല്യുബിൾ ടൈമാണല്ലോ ഓരോരുത്തരുടെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. അപ്പൊ അതിൽ ചെറിയൊരു ഭാഗം നമ്മളുടെ വാക്കുകൾ കേൾക്കാനും കൂടെ സമയം ചെലവഴിച്ചതിന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്താണ്. ഓൾ ഹാർട്ടഡ് ഗ്രാറ്റിറ്റ്യൂഡ് ടു ഓൾ ഓഫ് യു ഫോർ ജോയിനിങ് അസ്. അമ്പോ, നമ്മളെ പഴയ ഫസ്റ്റ് മാച്ചിലോ ബഷീർ ഭായി ഒക്കെ ഉണ്ടല്ലോ, കളിയൻ നമ്മൾ പൊളിക്കും. ബഷീർ ഭായി കുറെ ആയല്ലോ കണ്ടിട്ട്, ലൈവ് ഒന്നും കാണല്ലോ നിങ്ങളെ? താങ്ക് യു ഫോർ ജോയിനിങ്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇവിടെ ഇന്നിപ്പം ഇവിടെയുള്ള ഓരോരുത്തരും ഏത് ഡിസ്ട്രിക്റ്റ് എന്നാണെന്ന് പറയാൻ പറ്റുമോ? സൈന മാം ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ നമ്മൾ ഇപ്പോഴത്തെ ബാച്ചില്. ജസ്റ്റ് ഒന്ന് ഇവിടെ താഴെ കമന്റിൽ മെൻഷൻ ചെയ്താൽ മതി. വാസില മലപ്പുറം, വാസില നമുക്ക് അറിയുന്ന ആളാണ്. ബഷീർ മലപ്പുറം, ഷിജില പാലക്കാട്, ഇബ്രാൻ ഹൈസിൻ കാലിക്കറ്റ്, ഐഷ കാലിക്കറ്റ്, ഫൗസിയ തൃശൂർ, സിദ്ദി മലപ്പുറം, സൈന കാസർഗോഡ്. ഇനിയുണ്ടല്ലോ ആൾക്കാര്, ഒന്ന് പറയാൻ പറ്റുമോ? ഷഫീഖ മലപ്പുറം, ജുലൈല മലപ്പുറം. കുറച്ചും കൂടെ ആൾക്കാരുണ്ടല്ലോ ഇവിടെ. ഷംസീന മാം പറഞ്ഞിരുന്നു. ഇവിടെ എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ഒന്നാണോ? ഓക്കെ, സ്ഥിരമായിട്ട് വരുന്നുണ്ടല്ലേ? ഓക്കെ, അംജിത മാം പത്തനംതിട്ട, അജ്ന ഷെറിൻ വയനാട്. വയനാട്ടിൽ ആൾക്കാരുണ്ടല്ലോ, സെറ്റ്. ഏതായാലും താങ്ക് യു സോ മച്ച്. പുതിയ ആളുണ്ട്, അസ്നാന ഉഷാദ്. ഞാൻ അന്ന് പറഞ്ഞ കുട്ടിയാണ്. സാറിന്റെ അടുത്ത് പറഞ്ഞില്ലേ? മാം പറഞ്ഞിട്ട് ജോയിൻ ചെയ്താന്ന് തോന്നുന്നു അല്ലേ?
ഞാൻ പറഞ്ഞു. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. അടുത്ത മുനവ്വർ കോഴിക്കോട്. ഓക്കെ, എല്ലാവർക്കും ഒന്നും കൂടെ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുകയും കൂടെ ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. നമുക്ക് ചെറിയൊരു ബാസിലൊക്കെ നല്ല ഹാപ്പി ആണല്ലോ, റൂമിനേറ്റിന് ഒരു എനർജി വിട്ടില്ല എന്നുള്ളത്. ഹസ്നാൻ ഔഷാദ് കാലിക്കറ്റ്, താങ്ക് യു സോ മച്ച്. കമ്മ്യൂണിറ്റിന്റെ എനർജി പോകാൻ പറ്റില്ലല്ലോ. അതെ അതെ അതെ, ഞങ്ങള് ഇന്ന് പിന്നെ കോർഡിനേറ്റേഴ്സിന്റെ മീറ്റിംഗ് കൂടെ ഉണ്ടേനു. ശരി. ഓക്കെ, ഏതായാലും അപ്പൊ ആ ഒരു വൈബ്രേഷനിൽ ഇറങ്ങി വന്നതാ. ഓക്കെ ഓക്കെ, ഏതായാലും നമുക്ക് ചെറിയൊരു മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും, നമ്മളെല്ലാവരും സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മെഡിറ്റേഷൻ നമ്മുടെ ടീം മെമ്പേഴ്സും അതേപോലെ നമ്മളുടെ പാർട്ടിസിപ്പൻസിനൊക്കെ അറിയുന്നതാണ്. അപ്പൊ എല്ലാവരും ഒന്ന് കണ്ണുകളടച്ച് സ്വസ്ഥമായിരിക്കാം. ഇടതു കൈക്ക് മുകളിൽ വലതു കൈ ചേർത്ത് വെച്ച് തള്ളവിരൽ കൂട്ടിമുട്ടിച്ച് ഒരു ഊർജബന്ധം സ്ഥാപിക്കാം. മെല്ലെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾക്കിപ്പോൾ ദീർഘശ്വാസം എടുത്തു വിടാവുന്നതാണ്. Breathe in, hold on, and breathe out. Breathe in, hold on, and breathe out. Breathe in, hold on, and breathe out. ഇപ്പോൾ നിങ്ങൾ പൂർണ്ണ വിശ്രമത്തിലാണ്. മെല്ലെ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സന്തോഷത്തിലേക്ക് കൊണ്ടുപോകാം. നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നിങ്ങൾക്ക് മുമ്പിൽ സൃഷ്ടിക്കപ്പെട്ടതായി നിങ്ങൾ അറിയുന്നു. നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള വീട്, കുടുംബം, കുട്ടികൾ എല്ലാം നിങ്ങൾക്കിപ്പോൾ കാണാം. അവരുമായുള്ള ഇടപെടലുകൾ നിങ്ങൾ നന്നായി ആസ്വദിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ പരിപൂർണ തൃപ്തിയും സന്തോഷവും അനുഭവിക്കുന്നു. നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ബിസിനസ് സംരംഭങ്ങൾ, മനോഹരമായ നിങ്ങളുടെ ഓഫീസ് കെട്ടിടം, നിങ്ങൾക്ക് കിട്ടുന്ന അംഗീകാരങ്ങൾ, സ്ഥാനക്കയറ്റങ്ങൾ എല്ലാം വ്യക്തമായി നിങ്ങൾ കാണും. നിങ്ങൾക്ക് കിട്ടുന്ന അഭിനന്ദനങ്ങളും പ്രശംസകളും വ്യക്തമായി നിങ്ങൾക്ക് കേൾക്കാം. ആഡംബര സൗകര്യങ്ങളോട് കൂടിയ നിങ്ങളുടെ മുറിയിൽ സുഖമായി കിടക്കുന്നത് നിങ്ങൾ ആസ്വദിക്കുന്നു. ഏറ്റവും സ്വാദേറിയ ഭക്ഷണത്തിന്റെ രുചി നിങ്ങളുടെ നാവിലുണ്ട്. കുറച്ചു സമയം നിങ്ങൾക്ക് ഈ ജീവിതം ആസ്വദിക്കാം.
ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നു. എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട്. എന്നിൽ ധാരാളം ഊർജമുണ്ട്. എന്നിൽ നിന്നും സ്നേഹവും സന്തോഷവും പ്രസരിക്കുന്നു. ആരുമായും നല്ലതുപോലെ ഇടപെടാനുള്ള ആകർഷകമായ കഴിവ് എനിക്കുണ്ട്. എൻ്റെ ഉള്ളിൽ ദിവ്യ സ്നേഹവും സൗഖ്യവും സുരക്ഷിതത്വവും അനുഭവപ്പെടുന്നു. എന്തും ചെയ്യാനുള്ള സർഗശക്തിയും പ്രാഗൽഭ്യവും എനിക്കുണ്ട്. ഞാൻ കൂടുതൽ സന്തോഷമുള്ളയാളാകുന്നു. എനിക്കെൻ്റെ ജീവിതത്തിൽ പരിപൂർണ തൃപ്തി അനുഭവപ്പെടുന്നു. മെല്ലെ നിങ്ങൾക്ക് തിരിച്ചു വരാം. ഒരു ദീർഘശ്വാസം എടുത്തുവിട്ട് ചെറു പുഞ്ചിരിയോടെ കണ്ണുകൾ തുറക്കാം. കണ്ണുകൾ തുറന്ന് ഞാൻ കാണണമെങ്കിൽ നിങ്ങൾ വീഡിയോ മോഡിൽ വരണം കേട്ടോ. നേരത്തെ വീഡിയോ ഓഫാക്കി പോയാലൊക്കെ ഒന്ന് വീഡിയോ മോഡിൽ വരികയെ. നമ്മൾ ബേസിക് മെഡിറ്റേഷൻ ആ ചെയ്തത്. ഫൗസിയ മാം വന്നിട്ടുണ്ട്, ബീന മാം വന്നിട്ടുണ്ട്, വാസുദേവ മാം വന്നിട്ടുണ്ട്, ബഷീർ ഭായ് വന്നിട്ടുണ്ട്. വേറെ ആരെങ്കിലും ഇവിടെ അപ്പുറത്ത് വീഡിയോ മോഡിൽ ഉണ്ടോ? ഷമീല മാം ഒക്കെ ഇവിടെ ഉണ്ടല്ലോ. ഷംഷീല, മുനവർ, നേഹ കബീർ, ഞങ്ങളുടെ ട്രെയിനറൊക്കെ ഉണ്ട് അവിടെ. താങ്ക് യു ഫോർ ജോയിനിങ്. കുറെ ആൾക്കാരുണ്ട്. സൈന മാം, നമ്മുടെ ഇപ്പോഴത്തെ ബാച്ചിൽ സൈന മാം ഉണ്ട്. കഴിയുന്നവരൊക്കെ ഒന്ന് വീഡിയോ മോഡിൽ വരിട്ടോ. നമ്മുടെ വീഡിയോ മോഡിൽ ഉള്ളവരെ ഞാനൊന്ന് പിൻ ചെയ്യട്ടെ. ഷമീല മാം എത്തി. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, 8ാമത്തെ ലോകാത്ഭുതം. ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ 8ാമത്തെ ലോകാത്ഭുതം എന്തായിരിക്കും? ആൽബർട്ട് ഐൻസ്റ്റീൻ, നമ്മളുടെ തിയറി ഓഫ് റിലേറ്റിവിറ്റി E=mc² അത്രയും ഫേമസ് ആയിട്ട് ഫിസിക്സിൽ നോബൽ പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. അങ്ങനെ അറിയാലോ, ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് അധികം പറയണ്ടല്ലോ. അപ്പൊ വൺ ഓഫ് ദി മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ഇൻ ദ വേൾഡ് ആണ്. അത്രത്തോളം ഫേമസ് ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആയിരുന്നു. ആള് പറഞ്ഞതാണ് ഈ ഒരു കാര്യത്തെ പറ്റി, ലോകത്തിലെ 8ാമത്തെ മഹാത്ഭുതം. അത് ആർക്കെങ്കിലും ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ആരെങ്കിലും ഒന്ന് ജസ്റ്റ് ആരോടാണ് ചോദിക്കാം? ഷമീല മാം, ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ ലോകത്തിലെ 8ാമത്തെ മഹാത്ഭുതം എന്തായിരിക്കും? ഞാൻ ഗൂഗിൾ ചെയ്യുന്നു. അല്ല, ഇത് നമ്മള് ഈ മഹാത്ഭുതങ്ങളില് മറ്റേ താജ്മഹലും സംഭവങ്ങളൊക്കെ അതേപോലുള്ള സംഭവം അല്ലട്ടത്. ഇതൊരു ഹാബിറ്റ് ആണ്, ഒരു ആളുകള് ലൈഫില് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്കി. ലൈഫില് ഗസ് ചെയ്യാൻ ഞാൻ ഓൾറെഡി അത് വായിച്ചു ഇവിടെ, അതുകൊണ്ടാണ് ഞാൻ ഗസ് ചെയ്യാത്ത. ഓക്കെ. പിന്നെ ഗസ്സിങ് ആവില്ലല്ലോ. മാമിന് അറിയാലല്ലേ, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ അതിനെ കുറിച്ച് അല്ലേ? ഏതായാലും നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്, ഞാൻ നേരിട്ട് ആ ടോപ്പിക്കിലേക്ക് വരുന്നതിന് പകരം നമുക്ക് എല്ലാവർക്കും ചെറുപ്പം മുതലേ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കഥയാണ് ആമയും മുയലും ഓട്ട മത്സരം വെച്ച കഥ അല്ലെ? എല്ലാവർക്കും അറിയാലോ. അതിലെന്താ സംഭവിച്ചത്? ശരിക്ക് മുയല് നിസാര സമയം കൊണ്ട് ഓടി ജയിക്കേണ്ടതായിരുന്ന ഒരു മത്സരത്തില് ആമയാണ് ജയിച്ചത്. അതിന്റെ കാരണം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എല്ലാവരും ചെറുപ്പത്തിലേ പഠിച്ച കാര്യങ്ങളാണ്. എന്നാലും ഞാൻ ഒന്നുകൂടെ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ
ടോട്ടോയിസ് അല്ലെങ്കിൽ പെർസിവറൻസ് എന്താണ് പെർസിവറൻസ് പെർസിവറൻസ് പോസിബിൾ. ഇതാരാ പറയുന്നത്? നെഹമേമാണോ? നെഹ കബീർ? അല്ല, തസ്നിമാണ്, പുതിയ ആളാണ്. ഞാൻ ആ ആദ്യമായിട്ട് കയറുന്നത്. ഓക്കെ ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു ഫോർ ജോയിനിങ്. പെട്ടെന്ന് സൗണ്ട് കേട്ടപ്പോ പെർസിവറൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഒന്ന് മുയലിന്റെ ഓവർ കോൺഫിഡൻസ് ആണ്. അതെ അതെ, അതാണ് കാര്യം. പിന്നെ വേറൊരു കാര്യമാണ് കൺസിസ്റ്റൻസി. ദോസ് ഹു ആർ കൺസിസ്റ്റന്റ് വിൻസ് ദ റേസ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതാണ് ഇപ്പൊ ലോകത്തിൽ 8ാമത്തെ മഹാത്ഭുതം എന്ന് ചിന്തിക്കരുത്. നമ്മളുടെ ലൈഫിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. നമ്മൾ ഒരിക്കലും ഇപ്പം നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളായിരിക്കും എന്തൊക്കെ, നല്ല ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവണം. നമുക്ക് ആഗ്രഹം ഉണ്ടാവും. ഒരാഗ്രഹം അതാണ്. ചില ആൾക്കാർക്ക് തടി കൂട്ടാനായിരിക്കും, ചില ആൾക്കാർക്ക് തടി കുറയ്ക്കാനായിരിക്കും, എന്നുള്ള രീതിയിൽ ആഗ്രഹം. അതൊരിക്കലും നമുക്ക് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ടാസ്ക് അല്ല. ഇതേപോലെ മറ്റൊരാഗ്രഹമാണ് നല്ല കുടുംബബന്ധം സൃഷ്ടിച്ചെടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. നല്ല കുടുംബബന്ധങ്ങളും അതേപോലെ മറ്റുള്ള ഫ്രണ്ട്സുമായിട്ടാണെങ്കിലും നമ്മുടെ മറ്റുള്ള കൊളീഗ്സ് ആയിട്ടും അങ്ങനെ തുടങ്ങി നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരുമായിട്ട് നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. അതും എന്താ സംഭവം, ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അല്ല അത് സൃഷ്ടിക്കപ്പെടുന്നത്. സ്ലോലി ഗ്രാജുവലി നമ്മളുടെ ലൈഫിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ചെറിയ ചെറിയ ഹാബിറ്റുകളാണ് നമ്മളെ ആ ഒരു നമ്മൾക്ക് ഈ ആഗ്രഹങ്ങളിലേക്ക് എത്തി. പിന്നൊരു ആഗ്രഹമാണ് എല്ലാവർക്കും, പണം സമ്പാദിക്കാൻ ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? സെൽഫ് സഫിഷ്യന്റ് ആയിട്ട് ഫിനാൻഷ്യൽ ഫ്രീഡത്തോടു കൂടി ആവശ്യമുള്ള കാര്യങ്ങൾ പൈസ നോക്കാതെ വാങ്ങാൻ പറ്റുന്ന അത്രയും പണം കയ്യിൽ, എന്തൊരു സാഹചര്യം വന്നാലും എടുക്കാൻ മാത്രം പണം കയ്യിലുള്ള രീതിയിൽ ജീവിക്കണം. അല്ലെ, ഫിനാൻഷ്യൽ ഫ്രീഡം സെക്യൂർ ചെയ്യാന്നുള്ളത് എല്ലാ മനുഷ്യന്മാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. അതും നമുക്കറിയാം. നമ്മളെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തവർക്കൊക്കെ അറിയാം. എന്ത്, ഒരു ദിവസങ്ങൾ കൊണ്ടല്ല, നമ്മളിങ്ങനെ 1 മാസം 100 ദിവസമൊക്കെ ഇങ്ങനെ സഞ്ചരിച്ച് മെല്ലെ മെല്ലെ ഇങ്ങനെ കയറി വരാറാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെ. ഇതേപോലെ തന്നെയാണ് നമ്മളുടെ ആത്മീയമായിട്ടുള്ള കണക്ഷനും. നമ്മളിപ്പോ സ്പിരിച്വൽ ലെവലിൽ നമ്മൾക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിലും അതും ഒരിക്കലും ഒരു ദിവസം നമ്മൾ കുറെ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും ഒരിക്കലും സ്പിരിച്വലി കണക്ഷൻ ഒന്നും കിട്ടൂല. എല്ലാത്തിന്റെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ഇവിടെ വരുന്നത്. ഇവിടെ റഷി സാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. റഷി സാർ ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോ ഇതേപോലെ ഞാൻ ഇന്ന് പറയാൻ പോണത്, നമ്മൾക്ക് ലൈഫിൽ ഏത് മേഖലയിലും നമ്മൾക്ക് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ ഏത് മേഖലയ്ക്ക്, ഇപ്പം ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ്, സ്പിരിച്വാലിറ്റി, ഈ 4 ആണല്ലോ നമ്മളുടെ ഡയമെൻഷൻസ് ഓഫ് ലൈഫ്, അല്ലെങ്കിൽ നമ്മളുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡയമെൻഷൻസ് ഓഫ് ലൈഫ്. ഈ 4 ഒന്ന് ആരോഗ്യം, പിന്നെ ബന്ധങ്ങള്, പിന്നെ നമ്മളുടെ കരിയർ അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത്, പിന്നെ ഒന്ന് ആത്മീയമായിട്ടുള്ള വളർച്ച. അപ്പൊ ഈ 4 മേഖലയിലേക്കും നമ്മൾക്ക് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാനുള്ള ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങളാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഞാൻ എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചിലപ്പം കൂടുതൽ ആവശ്യവും അതേപോലെ ആഗ്രഹവും ഉണ്ടാവുക ഒരു കാര്യത്തിനായിരിക്കും. ചിലപ്പം പണം സമ്പാദിക്കുക എന്നുള്ള ഒരു കാര്യമായിരിക്കും. ഇതിൽ കൂടുതൽ ആൾക്കാരും പല മേഖലയിലും ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് പണം സമ്പാദിക്കുക. ഇപ്പം ചെറുപ്പക്കാരായിട്ടും അതേപോലെ അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, ദാറ്റ് മീൻസ് കുറെ ഏജ് എന്നല്ല കേട്ടോ, യങ്, എങ്ങനെ 58 യങ് എന്നൊക്കെ പറയില്ലേ നമ്മള്, അതേപോലെ ആ രീതിയിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ അത്രയും മാനസികമായിട്ട് അത്രയും ഇപ്പോഴും ഒരു കുട്ടിയുടെ മനസ്സോടുകൂടി മനസ്സിൽ ജനിച്ച സമയത്ത് എങ്ങനെ ആയിരുന്നോ, ജനിച്ച സമയത്ത് എങ്ങനെ നമ്മൾ ഒരു ദേഷ്യമോ വെറുപ്പോ അഹങ്കാരമോ അസൂയോ ഒന്നുമില്ലാത്ത നല്ല കളങ്കമായിട്ടുള്ള വൃത്തിയുള്ള ഒരു ഹൃദയത്തോട് കൂടിയിട്ടാണ്, മനസ്സോട് കൂടിയിട്ട് നമ്മൾ ജനിക്കുന്നത്. അതേ ഹൃദയം കീപ്പ് ചെയ്ത് മുന്നോട്ട് ജീവിതം നയിക്കുന്ന മനുഷ്യന്മാര് എത്ര പ്രായമായി കഴിഞ്ഞാലും അവർക്ക് ആ ഒരു യുവത്വം അല്ലെങ്കിൽ ആ ഒരു ചെറിയ മക്കളെ പോലെ നമുക്ക് തോന്നും. ഉദ്ദേശിച്ചത് അവരുടെ പെരുമാറ്റത്തിലൊക്കെ നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ ഒരുപാട് ഈഗോ ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ അത്യാവശ്യം അറിവുള്ള ആളാണ്, അല്ലെങ്കിൽ ഞാൻ അത്യാവശ്യം പൈസ ഉള്ള ആളാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതിന് പകരം ഇങ്ങനെ മാനസികമായിട്ട് ശരിക്കും ആത്മീയമായിട്ടുള്ള കണക്ഷനും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു രീതിയിൽ ആൾക്കാർക്ക് ആ ഒരു യുവത്വം സൂക്ഷിക്കാൻ പറ്റൂട്ടോ. അപ്പൊ എല്ലാവരും ആ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിൽ വെക്കുക. അപ്പൊ നമ്മൾ ഇന്ന് ഒരു കാര്യം ഞാൻ എൻ്റെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്ത സമയത്ത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക്
ഇപ്പം എൻ്റെ സേവിങ്സ് വർദ്ധിപ്പിക്കണം, എൻ്റെ ഇൻകം വർദ്ധിപ്പിക്കണം എന്ന് ഞാൻ എന്ന് ഇന്റൻഷൻ വെച്ചോ, അങ്ങനത്തെ ഒരു ഉദ്ദേശം ഞാൻ എന്ന് വെച്ചോ അന്ന് മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹാബിറ്റാണ് ഡെയിലി പുതിയ എന്തെങ്കിലും ഒന്ന് പഠിക്കാൻ ശ്രമിക്കുന്നത്. വെച്ചാൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ നമ്മുടെ ക്ലാസ് ഒക്കെ ചിലപ്പോൾ അറിയണ്ടോ ഇതിന് കാര്യങ്ങളെ പറ്റി, പക്ഷെ ഞാൻ ഒന്നുകൂടെ പറയാം. ഒരു കാര്യം എന്താ വെച്ചാല് ഡെയിലി എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കും. എനിക്കൊരു കോച്ച് ആവണം എന്ന് ഒരു 2-3 വർഷങ്ങൾ മുന്നേ ആഗ്രഹം വന്ന സമയം തൊട്ടിട്ട് എല്ലാ ദിവസവും ചെറിയൊരു ഭാഗം, ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് എങ്കിലും മിനിമം ഞാൻ പുതിയ എന്തെങ്കിലും പഠിക്കാൻ വേണ്ടി സമയം മാറ്റിവെക്കും. സമയം മാറ്റിവെക്കുന്ന പറഞ്ഞാല് സമയം മാറ്റിവെക്കുക മാത്രമല്ല, പുതിയ കാര്യം പഠിക്കുക. ഒരു വൺ ഓഫ് ദ തിങ് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ദിവസവും ഒരു 10 പേജെങ്കിലും മിനിമം ബുക്സ് വായിക്കാൻ തുടങ്ങിയ അങ്ങനെ ഒരു ശീലം ഞാൻ വളർത്തിയെടുത്തിരുന്നു. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിപ്പം ഹെൽത്ത് പരമായിട്ട് നമുക്ക് എക്സസൈസ് ചെയ്താൽ ലോങ് ടേമിലേക്ക് നമുക്ക് ബെനിഫിറ്റ് ആണെന്നറിയാം. അതേപോലെ ബുക്സ് വായിച്ചാൽ നമുക്ക് ലോങ് ടേമിലേക്ക് നമുക്ക് നല്ല ബെനിഫിറ്റ് ആണെന്നറിയാം. പക്ഷേ നമ്മളിൽ അധിക ആളുകൾക്കും അത് കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതിന്റെ ഒരു കാരണമാണ് എന്ത്? നമ്മൾ മനുഷ്യന്മാർ ആഗ്രഹിക്കുന്നത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ചെയ്ത ഉടനെ അതിന്റെ ബെനിഫിറ്റ് കിട്ടണം എന്ന് അങ്ങനത്തെ ഒരു മെന്റൽ ഒരു ഐഡിയ നമ്മളുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. ചെയ്ത ഉടനെ ബെനിഫിറ്റ് കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടം. അപ്പൊ നല്ല വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച ഒരു സുഖം കിട്ടും. എന്നിട്ട് എന്നിട്ട് ബോഡി ശരീരം ഇങ്ങനെ കഷ്ടപ്പെട്ട് ദഹിപ്പിക്കുമ്പോൾ ഉറക്കമൊക്കെ വന്നിട്ട് നല്ല രീതിയിൽ ഏതെങ്കിലും സൈഡായി ഉറങ്ങും. ഇതേപോലെ വേറൊരു കാര്യമാണ്, ഒരു കുറെ നേരം ഗെയിം കളിച്ചിരുന്നാല് അല്ലെങ്കിൽ കുറെ നേരം ഇപ്പം റീൽസ് കണ്ടിരുന്നാലൊക്കെ നമുക്ക് ഭയങ്കര അതിങ്ങനെ നമ്മളുടെ ഡോപ്പമൈൻ ഇങ്ങനെ ഹിറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കും. അപ്പൊ നമുക്ക് എന്താണ് ഭയങ്കര ഒരു പ്ലഷർ ഇങ്ങനെ ഓരോ നിമിഷത്തിലും കിട്ടിക്കൊണ്ടേ നിൽക്കും. പക്ഷെ ഇതേ ഒരു പ്രോസസ്സ് നമ്മൾക്ക് ലോങ് ടേം ആയിട്ടുള്ള ഗോളുകൾ, നമ്മൾക്ക് ലൈഫില് പണം സമ്പാദിക്കാൻ അല്ലെങ്കിൽ നമ്മൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അത് ലോങ് ടേം ഗോളാണ്. ഒറ്റയടിക്ക് പെട്ടെന്ന് ഒരു ലോട്ടറി അടിച്ചാൽ പോലും ആൾക്ക് പൈസക്കാരനാവാൻ പറ്റൂല, പണം സമ്പാദിക്കുന്ന ആളായിട്ട് മാറാൻ പറ്റും. കാരണം അവർക്ക് അത് എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് അറിയില്ല. അത് എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് അതങ്ങ് ചെറിയ സമയങ്ങൾ കൊണ്ട് നശിച്ചു പോകും. പക്ഷെ ഒരു മൈൻഡ് സെറ്റ്, അബണ്ടൻസിന്റെ മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ നമ്മൾ ഗ്രോത്ത് ഓറിയന്റഡ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങണം. അതേപോലെ ആ രീതിയിലുള്ള ഹാബിറ്റുകൾ നമ്മളുടെ ലൈഫിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തെടുക്കണം. അപ്പൊ ഇതേപോലെ നമ്മൾ ഓരോരുത്തരും ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്നുള്ള ഒരു കാര്യത്തിന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കറിയാം ഇങ്ങനെ ഉടനടി റിസൾട്ട് കിട്ടണം എന്നൊരാഗ്രഹം. അത് കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾക്ക് ബുക്ക് വായിക്കുമ്പോൾ അതല്ലേ നാളെ വായിക്കും, ഇപ്പൊ കാര്യമായിട്ടൊന്നും കിട്ടും, ഇപ്പൊ നാളെ വായിച്ചാലും മതിയല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നീട്ടി വെച്ച് പ്രൊക്രാസ്റ്റിനേഷൻ ചെയ്യാനുള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് റീസൺ ആണ് നമ്മളുടെ ഉള്ളിലുള്ള ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന സംഭവം. അതിന് നമുക്കൊരു റീപ്ലേസ്മെന്റ് കൊണ്ടുവരാനുള്ള ചെറിയൊരു ഐഡിയ ഞാൻ പറഞ്ഞു. ഒരു കാര്യമാണ്, അതാണ് പറയാൻ പോകുന്നത്. അതെന്ന് വെച്ചാല് ഞാൻ ചെയ്തിരുന്ന ഒരു കാര്യം എന്താ അറിയോ, എനിക്ക് മനസ്സിലായി ഇതിപ്പോ ഞാൻ ശരിക്കും ആ ഒരു പ്രോസസ്സ് മനസ്സിലാക്കിയത് ദ കോമ്പൗണ്ട് എഫക്റ്റ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്, ഡാരൻ ഹാർഡി. ചിലപ്പോ അത് വായിച്ച ആൾക്കാർ, സെമീന മാം ഒക്കെ നേരത്തെ പറഞ്ഞതാണ്, നമ്മൾ ഓൾറെഡി വായിച്ചിട്ടുണ്ട് ആ ബുക്ക്. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന ആളുകളോട് പറയാറുണ്ട്. ദ കോമ്പൗണ്ട് എഫക്ട് ബൈ ഡാരൻ ഹാർഡി. അതിന്റെ മലയാളം ബുക്കിന്റെ പേരാണ് സംയുക്ത പ്രഭാവം. മുബഷിർ ഭായിനോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു തോന്നുന്നു ആ ബുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോ ഈ ബുക്കിൽ മനസ്സിലാക്കിയിട്ട് ഒരു കാര്യം എന്താ അറിയോ, നമ്മൾക്ക് ഇതേപോലെ എന്തൊരു കാര്യം നമ്മൾക്ക് ലോങ് ടേമിൽ ബെനിഫിറ്റ് കൊണ്ടുവരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒറ്റൊരു കാര്യം നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ മതി. അതെന്താ വെച്ചാല് ഞാൻ ചെയ്തിട്ടുള്ള ലൈഫിൽ എനിക്കത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു കാര്യം ആയതുകൊണ്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നമ്മളിപ്പം ബുക്സ് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം നോളജ് വർദ്ധിക്കും. നോളജ് വർദ്ധിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, നമ്മളുടെ എനർജി വൈസ് നമ്മൾ കുറച്ചും കൂടെ നമ്മളുടെ അബണ്ടൻസിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടാനുള്ള ഒരു റീസൺ ആയിട്ട് എനർജി ലെവലിൽ നമ്മൾ വർദ്ധിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഇൻകം കൂടിക്കൊണ്ടേയിരിക്കും. നമ്മൾ എത്രത്തോളം നോളജ് സീക്ക് ചെയ്യുന്നുണ്ടോ, അത് എത്രത്തോളം നമ്മൾ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മളുടെ വരുമാനം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എന്താ ചെയ്തറിയോ, എനിക്ക് മനസ്സിലായി എങ്ങനെ ദിവസവും ഞാൻ ബുക്ക് വായിച്ചാൽ എനിക്ക് കുറച്ച് എന്തെങ്കിലും ഒരു അറിവ്, പുതിയൊരു അറിവ് ശേഖരിക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കി. ഞാൻ ചെയ്ത ഒരു കാര്യമാണ്,
ഒരു പേജ് ഞാൻ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു 10 രൂപ അല്ലെങ്കിൽ ഒരു 20 രൂപ. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ 10 രൂപയായിരുന്നു. ഒരു പേജ് വായിച്ചു കഴിഞ്ഞാൽ അത് 10 രൂപ തന്നെ വേണമെന്നില്ല കേട്ടോ. ഇപ്പൊ കയ്യിൽ പൈസ കറന്റ്ലി കുറവാണെങ്കിലും 1 രൂപയാണെങ്കിൽ അല്ല 50 പൈസ ആണെങ്കിലും മതി. ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ പറയാൻ കാരണം എന്താ അറിയോ? നമ്മൾ ഇങ്ങനെ ഒരു ദിവസം നമ്മൾ ഒരു 10 പേജ് വായിച്ചാൽ ഒരു 100 രൂപ നമ്മളുടെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. എന്താ സംഭവം? ആ വായിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ ഒരു 100 രൂപ നമ്മളുടെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്ത് മീറ്റ് ചെയ്യപ്പെട്ടു? ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞ സംഭവം മീറ്റ് ചെയ്യപ്പെട്ടു. പക്ഷെ അത് 3 മേഖലയിലാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾക്കൊരു സേവിങ്സിനോടുള്ള നമ്മളുടെ ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അതേപോലെ നമ്മളുടെ നോളജ്, നമ്മളുടെ അറിവ് ദിവസേന വർദ്ധിച്ചുകൊണ്ടിരിക്കും. വേറൊരു കാര്യം എന്ന് വെച്ചാല് നമ്മൾക്ക് ആ ഒരു പ്രോസസ്സ് നമ്മൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനുള്ളൊരു മൈൻഡ് നമുക്ക് കിട്ടും. വേറെ ഞാൻ വേറെ എന്തോ ഒന്ന് പറയാൻ വന്നില്ല. പെട്ടെന്ന് ആ പോയിന്റ് പെട്ടെന്ന് മനസ്സിൽ പോയി. ഒന്ന് ഓർത്തെടുക്കട്ടെ. ഒന്ന് നമ്മൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾക്ക് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ മീറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് ആ സമയത്ത് തന്നെ നമ്മൾക്ക് നമ്മളുടെ സേവിങ്സ് അക്കൗണ്ട് വർദ്ധിക്കുകയും ചെയ്യും. അതിന്റെ കൂടെ നമ്മൾക്ക് നോളജ് വർദ്ധിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ നോളജ് എന്ത് നോളജ് ആണോ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് അത് നമ്മളുടെ മേഖലയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുക പറഞ്ഞാൽ ഞാൻ ചെയ്തിരുന്നത്, ഇപ്പം ഞാനിപ്പോ ഒരു ചെറിയ രീതിയിൽ കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പം ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ചെറിയ രീതിയിൽ ഇങ്ങനെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോ ഇങ്ങനെ ബുക്ക് വായിക്കുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയകൾ കിട്ടും. അതിന് ആ ബുക്ക് വായിച്ച അന്ന് തന്നെ എന്റെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് ചെറിയൊരു എമൗണ്ട് മൂവ് ചെയ്യപ്പെട്ടു. അതേപോലെ തന്നെ ആ വായിക്കുന്ന സമയത്ത് ഞാനൊരു പേർപ്പസ്ഫുൾ ആയിട്ടുള്ള റീഡിങ് ആ ചെയ്യുന്നത്. എനിക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വായിക്കുന്നുള്ള ഒരു ഇന്റൻഷൻ എന്റെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഐഡിയകൾ യൂസ് ചെയ്തിട്ട് ഞാൻ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ 3 കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ബുക്സ് വായിക്കുന്നുണ്ട്, നോളജ് വർദ്ധിക്കുന്നുണ്ട്, സേവിങ്സിൽ ദിവസം ഒരു ചെറിയ എമൗണ്ട് ഇങ്ങനെ കയറുന്നുണ്ട്. മന്ത്ലി സേവിങ്സ് അല്ല കേട്ടോ ഞാനിത് പറഞ്ഞത്. മന്ത്ലി നമുക്ക് എത്ര എമൗണ്ട് വേണമെങ്കിലും മാറ്റി വെക്കുന്നതിന് കൂടെ ഡെയിലി ഒരു ചെറിയ എമൗണ്ട് നമ്മൾ ഇങ്ങനെ മാറ്റി വെക്കാനുള്ള ഒരു മൈൻഡ് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതിനനുസരിച്ച്, ഞാനിപ്പോ ഒരു കോച്ച് ആവാൻ ആഗ്രഹിക്കുന്നില്ല, ആൾക്കാർ കോച്ചിങ് ഇൻഡസ്ട്രിയിലേക്ക് എന്റെ പ്രൊഫൈലിലേക്ക് വരും. ഞാൻ സീക്ക് ചെയ്തിട്ടുള്ള നോളജ് എനിക്ക് മണി ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പൊ എന്താ സംഭവിക്കുക? എനിക്ക് വീണ്ടും ഈ ഞാൻ അക്വയർ ചെയ്തിട്ടുള്ള എന്റെ ലൈഫിലേക്ക് കോച്ചിങ് സ്വീകരിക്കാൻ വന്ന ആളുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള മണി കൊണ്ട് ഞാൻ വീണ്ടും നോളജ് സീക്ക് ചെയ്യും. അത് സേവിങ്സിലേക്കും കയറും. വീണ്ടും എന്റെ അടുത്ത ഇൻകം ജനറേഷന് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ വൺ ഓഫ് ദ ഫാക്ടർ അതായിരുന്നു കേട്ടോ. അപ്പൊ ഇതെല്ലാവർക്കും ഒന്ന് ലൈഫിൽ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ബുക്ക് റീഡിങ്ങിൽ കോമ്പൗണ്ട് എഫക്റ്റ് എന്താ സംഭവിക്കുക അറിയാം. നമുക്ക് ഒരു ദിവസമോ 2 ദിവസമോ അല്ല, നമ്മളിപ്പോ ഒരു 10 പേജ് നമ്മൾ ഒരു ദിവസം മിനിമം 10 പേജ് കേട്ടോ, മിനിമം 10 പേജ് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രോബ്ലം എന്താ നമ്മൾക്കിപ്പോ ആദ്യം വിചാരിക്കും 10 പേജൊക്കെ വായിക്കാൻ നടക്കുമോ? അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഒരു പേജെങ്കിലും വെച്ച് സ്റ്റാർട്ട് ചെയ്തോളി. അതിങ്ങനെ അതിന്റെ ബെനിഫിറ്റുകൾ മനസ്സിലാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഡെയിലി ലൈഫിലേക്ക് അത് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, കിടന്നുറങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, അതിന്റെ പോലെ ഒരു ഭാഗമായി കുളിക്കുന്നുണ്ട്. ദിവസവും നമ്മളെ ഔട്ടർ ബോഡി, നമ്മളുടെ ശരീരം വൃത്തിയാക്കാൻ വേണ്ടി നമ്മൾ കുളിക്കുന്നുണ്ട്. പക്ഷെ നമ്മളുടെ ഉള്ളിലുള്ള ഇന്നർ ബോഡി അല്ലെങ്കിൽ ഇന്നർ മൈൻഡും നമ്മളുടെ ബ്രെയിനും ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോസസ്സുകൾ ചെയ്യുന്നത്. ഇപ്പൊ ബുക്സ് വായിക്കുന്ന ആയാലും ഇതേപോലെ നമ്മൾക്ക് ലൈഫിൽ എന്ത് ഹാബിറ്റും നമ്മൾക്ക് ഇതേപോലെ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്നുള്ള സംഭവം നമ്മളുടെ മൈൻഡിനെ ഹാക്ക് ചെയ്യിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾക്കൊരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ പറ്റും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതേപോലെ ഇപ്പൊ നമുക്ക് ഡെയിലി, ഇപ്പൊ ഞാൻ വേറൊരു കാര്യം ചെയ്യുന്നത്, ഒരു പുഷപ്പ് എടുത്തു കഴിഞ്ഞാൽ ഡെയിലി ഒരു പുഷപ്പ് എടുത്താൽ 1 രൂപ ട്രാൻസ്ഫർ ചെയ്യും. ദാറ്റ് മീൻസ് ഇപ്പൊ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു പുഷപ്പ്, ഞാൻ 10 പുഷപ്പിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ അത് ഏകദേശം 200-300 അങ്ങനെ അതിന്റെ ഇടയിൽ കട്ടായി പോയിരുന്നു. പക്ഷെ അതിങ്ങനെ ഡെയിലി അതിങ്ങനെ 1 വെച്ച് കൂട്ടും. അങ്ങനെ 10 പുഷപ്പ് 11, 20, 30 അങ്ങനെ പോയി. ഇപ്പം
100 ചില്ലാൻ പുഷപ്പ് 2 റപ്പായിട്ട്, 2 റപ്പ് എന്ന് പറഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവം, അത് കൺസിസ്റ്റൻസി വരുന്ന സമയത്ത് ആദ്യം എനിക്ക് 10 പുഷപ്പിന്റെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഈ 10 പുഷപ്പ് ചെയ്തപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 10 രൂപ എന്റെ സേവിങ്സിലേക്ക്, അതും എന്റെ സേവിങ്സിലേക്ക്, ഞാനത് ഡെയിലി ചെയ്യേണ്ടതായതുകൊണ്ട് എന്റെ സേവിങ്സിലേക്ക് മണി കയറണമെങ്കിൽ, ഡെയിലി സേവിങ്സിലേക്ക് മണി കയറണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസും കൂടെ ചെയ്യണം. അതേപോലെ ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്റെ ഫിറ്റ്നസ്സിൽ എത്രത്തോളം ഇമ്പ്രൂവ്മെന്റ് വരും. നമ്മൾ ശരിക്കുണ്ടല്ലോ എക്സസൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളുടെ ബോഡി ഫിറ്റ്നസിന് വേണ്ടി മാത്രമുള്ള ഒരു ആക്ടിവിറ്റി അല്ല. നമ്മൾ പ്രോപ്പർ ആയിട്ട് നമ്മളുടെ മസിൽസ് അല്ലെങ്കിൽ നമ്മളുടെ ബോൺസ് നല്ല കുറച്ച് പ്രഷർ കൊടുത്തുകൊണ്ട് ഡെയിലി മൂവ്മെന്റ് നടത്തി കഴിഞ്ഞാലുണ്ടല്ലോ ശരിക്കും നമ്മൾക്ക് ഒരുപാട് ഹോർമോൺസുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഹോർമോൺസ് പറഞ്ഞാൽ നമ്മളുടെ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും അതേപോലെ കോൺസെൻട്രേഷൻ ലെവല്, മെമ്മറി പവർ വരെ കൂട്ടുന്ന രീതിയിലുള്ള ഹോർമോണുകൾ എക്സസൈസ് പ്രോപ്പർ ആയിട്ട് ചെയ്യുന്ന മനുഷ്യന്മാർക്ക് കിട്ടുന്നുണ്ട്. അത് പക്ഷെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. എന്തറിയോ, ഒരു ദിവസം നമ്മൾ നല്ല രീതിയിൽ എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് രാവിലെ നല്ല എക്സസൈസ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ദിവസമാണെങ്കിൽ ആ ദിവസത്തിലുടനീളം നമുക്കൊരു എനർജി ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോ എല്ലാവർക്കും ഇത് ആരംഭശൂരത്വം എന്ന് പറയുന്ന രീതിയിൽ തുടങ്ങാൻ എല്ലാവർക്കും പറ്റും. എങ്ങനെ എക്സസൈസ് ആണെങ്കിലും ബുക്ക് വായിക്കലാണെങ്കിലും മെഡിറ്റേഷൻ ആണെങ്കിലും അങ്ങനെ തുടങ്ങിയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ആണെങ്കിലും എന്ത് സംഭവങ്ങളും തുടങ്ങാൻ ആർക്കും പറ്റും. പക്ഷെ അത് കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകണം എന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ 2-3 ഗോളുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ ഇതേപോലെ നമ്മൾക്കിപ്പം ബുക്സ് വായിക്കുന്ന ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഡെയിലി ചെറിയൊരു മെഡിറ്റേഷൻ ചെയ്യാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനൊന്ന് ശ്രമിക്കുക. എങ്ങനെ വെച്ചാൽ നമ്മളുടെ ഔട്ടർ ബോഡി വൃത്തിയാക്കാൻ നമ്മൾ ഇപ്പം എക്സസൈസും അതേപോലെ കുളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പോലെ നമ്മളുടെ ഇന്നർ മൈൻഡ് അല്ലെങ്കിൽ നമ്മളുടെ ഇന്നർ സെൽഫിന് ഒന്ന് ഹീലിംഗ് കാര്യങ്ങളും കോൺസെൻട്രേഷൻ ലെവലും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ മെഡിറ്റേഷൻസ് ചെയ്യാൻ പറ്റും. അതേപോലെ അഫർമേഷൻസ്, ഇപ്പം ആ കാര്യങ്ങളെ പറ്റി അറിയുന്നത് നമ്മൾ ഓരോരോ ടോപ്പിക്കുകൾ ഇവിടെ സംസാരിക്കാറുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ, ഫോർഗിവ്നെസ്, അൺകണ്ടീഷണൽ ലവ്. നമ്മളെ ഗൈഡഡ് കോഡ് ചെയ്തവർക്ക് ഇവിടെ വാത്തിലൊക്കെ ചിരിക്കുന്നുണ്ട്. ഓൾറെഡി കേട്ടിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് ഇതേപോലെ നമ്മളുടെ ലൈഫിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് നമ്മൾക്ക് പ്രോപ്പർ ആയിട്ട് എഴുതി വെക്കുന്ന ഒരു ശീലം. ഇത് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു. എഴുതി വെക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 1 ഇയർ ഗോള് അല്ലെങ്കിൽ ഒരു 2 ഇയർ ഗോള് അല്ലെങ്കിൽ 5 ഇയർ ഗോള് 10 ഇയർ ഗോള് തുടങ്ങിയിട്ട് പ്രോപ്പർ ആയിട്ട് നമ്മൾ ഗോളുകൾ എഴുതി വെച്ചിട്ട്, എഴുതി വെക്കുക എന്ന് പറയുമ്പോൾ അത് കറക്റ്റ് കേൾക്കാത്തവർ ഉണ്ട്. നുസ്രത് മാം, ഓക്കെ, നമ്മളെ സെക്കൻഡ് ബാച്ചിലെ ആളാണല്ലോ നുസ്രത് മാം. എനിക്ക് തോന്നുന്നു ആ നുസ്രത് മാം ആണെന്ന് തോന്നുന്നു. കേൾക്കാത്തവർ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ മാം, ഓക്കെ. അപ്പം ഗോളുകൾ പ്രോപ്പർ ആയിട്ട് എഴുതി, ഇത് എന്റെ ലൈഫിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള വേറൊരു ടൂളാണ് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത്. ഗോളുകൾ പ്രോപ്പർ ആയിട്ട് എഴുതി വെച്ചിട്ട്, എഴുതി വെക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊക്കെ രാജ്യങ്ങളിൽ സഞ്ചരിക്കാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ ഫാമിലിയായിട്ട് റിലേറ്റ് അല്ലെങ്കിൽ നമ്മളെ വീടുമായിട്ട് ബന്ധപ്പെട്ട് വീട്ടിൽ എന്തൊക്കെ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരണം, പുതിയൊരു വീട് ഉണ്ടാക്കണം, അല്ലെങ്കിൽ പുതിയൊരു കാറ് വാങ്ങണം, അല്ലെങ്കിൽ ഫാമിലിന്റെ കൂടെ ഒരുപാട് മറ്റുള്ള രാജ്യങ്ങളിൽ സ്വിറ്റ്സർലാൻഡോ അല്ലെങ്കിൽ ഇപ്പം സൗദി അറേബ്യ അല്ലെങ്കിൽ ദുബായോ അല്ലെങ്കിൽ ഇപ്പം കാനഡയോ ചെക്കോസ്ലാവാക്കിയ അങ്ങനെ ഏത് രാജ്യങ്ങളും ആയിക്കോട്ടെ, അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ എവിടേക്കൊക്കെ നമ്മൾക്ക് പോവാൻ ആഗ്രഹം ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട്, ഇത് മാത്രമല്ല കേട്ടോ, നമ്മളെ ലൈഫ് കൊണ്ട് മറ്റുള്ള മനുഷ്യന്മാർക്ക് എന്തൊക്കെ സഹായങ്ങൾ കൊടുക്കണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ. ഇപ്പം നമ്മൾക്കിപ്പം നമ്മൾ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മനുഷ്യന്മാർക്ക് ജോലി കൊടുക്കാൻ പറ്റും. അതേപോലെ ഒരു കുപ്പി വെള്ളം പോലും അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാനില്ലാത്ത കോടിക്കണക്കിന് മനുഷ്യന്മാർ നമ്മളെ ചുറ്റുമുണ്ട്. അങ്ങനെയുള്ള മനുഷ്യന്മാർക്ക് നമ്മളെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു സഹായം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയാലെന്ന് മാത്രമല്ല, നമ്മൾ ചെയ്ത് കൊടുക്കണം. അത് നമ്മളെ കടമാണ്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ നമ്മളുടെ കഴിവുകൾ കണ്ടെത്തിയിട്ട് ആ കഴിവുകൾ ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ഡെയിലി ഹാബിറ്റുകൾ ക്രിയേറ്റ് ചെയ്യാനാണ് വേണ്ടത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ നമ്മൾ ദിനചര്യകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ മേഖലയിൽ എക്സലന്റ് ആയിക്കോ, ഓരോ ദിവസവും അതിൽ നമ്മൾ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. അപ്പൊ എന്തൊക്കെ തരത്തിലുള്ള മനുഷ്യന്മാരെ സഹായിക്കാൻ പറ്റും? ഭക്ഷണം കഴിക്കാനില്ലാത്ത മനുഷ്യന്മാര്, വീടില്ലാത്ത മനുഷ്യന്മാര്, വിദ്യാഭ്യാസം ഇല്ലാത്ത മനുഷ്യന്മാര്, അതേപോലെ മരുന്ന് വാങ്ങാൻ
മാരകമായിട്ടുള്ള അസുഖങ്ങളായിട്ട് മരുന്ന് വാങ്ങാൻ പണമില്ലാത്ത ഒരുപാട് മനുഷ്യന്മാരെ നമ്മളൊന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ. ഇന്നലെ ഞാൻ ഇവിടെ പോയിരുന്നു, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിൻ. അവിടെയൊക്കെ അവർ ചെയ്യുന്ന ഒരു പ്രവർത്തനം ഉണ്ടല്ലോ, IPM എന്ന് പറയും, കോഴിക്കോട് അതിന്റെ ഒരു ബ്രാഞ്ച് ഉണ്ട്. ഭയങ്കര അങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മനുഷ്യന്മാർക്ക് ഒരുപാട് ആളുകൾ കൂടി ചേർന്നിട്ട് അതിനൊക്കെ നമ്മൾ അങ്ങനെയുള്ള മനുഷ്യന്മാരെ നമുക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ആദ്യം സക്സസ്ഫുൾ ആവണം. നമ്മൾക്ക് ഉള്ള കഴിവുകൾ ഉപയോഗപ്പെടുത്തിയിട്ട് മറ്റുള്ള മനുഷ്യന്മാരെ കൂടി സഹായിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ ആദ്യം വളരണ്ടേ. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ജോലി കൊടുത്ത് സഹായിക്കും. ഒരു ജോലി കൊടുക്കുക അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടല്ലോ, ആ കുടുംബം മാത്രമല്ല, ആ കുടുംബത്തിന്റെ പരമ്പരകൾ വരെ രക്ഷപ്പെട്ടു പോകും. അപ്പൊ ഇതേപോലെ നമ്മൾ ഓരോരുത്തരുടെ മൈൻഡിലും നമ്മൾ എപ്പോഴും നമ്മൾ ഈ ശീലങ്ങൾ ബിൽഡ് ചെയ്യുന്നതും നമ്മളെ കുടുംബത്തിനും നമ്മൾക്കും വരേണ്ട ആഗ്രഹങ്ങളും അല്ലെങ്കിൽ നമ്മളെ പേഴ്സണൽ ലൈഫിൽ ആവശ്യമുള്ള കാര്യങ്ങളോട് മാത്രമല്ല നമ്മൾ ഗോൾ സെറ്റിങ്ങിലൊന്നും എഴുതേണ്ടത്. നമ്മൾ എപ്പോഴും മറ്റുള്ള മനുഷ്യന്മാർക്ക് ഒരു സഹായമായിട്ട് മാറാനും കൂടെ ഉള്ള ഒരു കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ മറ്റുള്ള മനുഷ്യന്മാരുടെ ലൈഫിലും ഒരു സഹായമായിട്ട് മാറാനുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ നിർബന്ധമായിട്ട് നമ്മളുടെ ലൈഫിൽ ഒരു ഇന്റൻഷൻ ആയിട്ട് വെക്കണം. അതേപോലെ തന്നെ ഈ ഇന്റൻഷൻ ക്രിയേറ്റ് ചെയ്താണ്ടല്ലോ നമ്മൾ കോൺട്രിബ്യൂഷൻ നമ്മളുടെ ലൈഫിൽ ചെയ്യണം എന്നുള്ളൊരു ഇന്റൻഷനോട് കൂടിയാണ് നമ്മൾ ഏതൊരു ഹാബിറ്റും നമ്മൾ വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിലും ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് അതിൽ കൺസിസ്റ്റൻസി കിട്ടും. നമ്മൾക്ക് എന്താ അറിയാം, നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരും ഒരു കംഫർട്ട് സോണിൽ ഇങ്ങനെ നിൽക്കുക. നമ്മൾ പ്രോപ്പർ ആയിട്ട് ഒരു ഗോൾ ഇല്ല, അല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ടാ സഞ്ചരിക്കുന്ന ഒരു ഐഡിയ. ഇപ്പൊ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ശരിക്കും ഒരു വിഷൻ ബോർഡ് അല്ലെങ്കിൽ ഒരു ഗോൾ സെറ്റിങ്ങിന്റെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് എവിടാന്ന് വെച്ചാല്, നമ്മളിപ്പോ ഒരു ടാക്സിയിൽ കയറിയിട്ട് ഡ്രൈവറോട് നമ്മൾ പറയാം പോവാ. ആ ഡ്രൈവറോട് പോവാന്ന് പറയുമ്പോൾ ഡ്രൈവർ ഇങ്ങനെ ഏതെങ്കിലും ഭാഗത്തൂടൊക്കെ ഇങ്ങനെ പോവും, എവിടെങ്കിലും കൊണ്ടുപോയി ഇറക്കും. അങ്ങനെ അല്ലല്ലോ നമ്മൾക്ക് വേണ്ടത്. നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ലൊക്കേഷൻ, ഒരു ഡെസ്റ്റിനേഷൻ വേണം. ആ ഡെസ്റ്റിനേഷനിൽ ശരിക്കും നമ്മൾ ദുനിയാവിലെ കാര്യങ്ങളെ കൂടെ തന്നെ നമ്മളുടെ ആഹിറത്തിലേക്കുള്ള കാര്യങ്ങളും കൂടി ഫോക്കസ് ചെയ്തുകൊണ്ട്, നമ്മളുടെ ആഫ്റ്റർ ലൈഫിലേക്കും കൂടെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നമ്മളുടെ ഗോളുകൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഉണ്ടല്ലോ, അതിനൊരു പവർ കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, പ്രോപ്പർ ആയിട്ട് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ എഴുതി വെക്കുക. നമ്മളുടെ ലൈഫിൽ എന്തൊക്കെ തരത്തിലുള്ള എക്സ്പീരിയൻസുകളും യാത്രകളും അതേപോലെ ബിസിനസ്സുകളും മനുഷ്യന്മാർക്ക് ജോലി കൊടുക്കുന്നതും തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും, കാറോ വണ്ടിയോ എന്താണെങ്കിലും വീടിന്റെ ഇമ്പ്രൂവ്മെന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ട് എഴുതി വെച്ചിട്ട് നമ്മൾ അതൊരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുക. വിഷൻ ബോർഡ് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മളെ അത് പിക്ചറൈസ് ചെയ്യാം, പിക്ചറിലേക്ക് മാറ്റുക ഓരോ കാര്യങ്ങൾ. എങ്ങനെ നമ്മളിപ്പം ഒരു സ്ഥലത്ത് എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തിന്റെ നല്ല ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഫോട്ടോകൾ ഗൂഗിളിൽ നിന്ന് കളക്ട് ചെയ്യാം. വരയ്ക്കാൻ കഴിവുള്ള ആൾക്കാരാണെങ്കിൽ വരച്ചു വെക്കാം, സ്വയം വരച്ചു വെക്കാം. അല്ലെങ്കിൽ ഫോട്ടോകൾ ഗൂഗിളിൽ നിന്ന് കളക്ട് ചെയ്ത് വെച്ചിട്ട് അത് കമ്പൈൻ ചെയ്തിട്ട് വേണം നമുക്കൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾക്കൊരു ബോർഡിൽ ഒരു കാർബോർഡോ അങ്ങനെ ഒരു എഴുതുന്നൊക്കെ ബോർഡുകളുണ്ട്, അതേപോലെ സ്റ്റിക്ക് ചെയ്യുന്ന ബോർഡുകൾ ഉണ്ടല്ലോ, ഇതേപോലുള്ള ബോർഡുകൾ നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യണം എന്നറിയാം. നമ്മൾ ആ ആഗ്രഹങ്ങൾ നമ്മൾ ഡെയിലി ഉറങ്ങാൻ കിടക്കുന്നതിന്റെ തൊട്ട് മുന്നേയും അതേപോലെ ഉറങ്ങി എണീച്ചതിന്റെ ആ ഉറങ്ങി എണീച്ച ഉടനെ നമ്മൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട്, ഇതിപ്പോ മുബഷിർവായി വിചാരിക്കും ഇത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന്. ഫോളോ ചെയ്യാറുണ്ടോ? വിഷ്വലൈസേഷൻ ഒക്കെ ചെയ്യാറുണ്ടോ മുബഷിർവായി? തെറ്റാണല്ലേ? ഓക്കെ. സൈനാമ ഇവിടെ ഉണ്ടല്ലേ, നമ്മളെ ഇന്നലത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഈ കാര്യങ്ങളൊക്കെ അവിടെ ഈ ടോപ്പിക്കും സംസാരിച്ചിട്ടും. അപ്പൊ ഇതേപോലെ നമ്മൾ അതിന് വിഷ്വലൈസേഷൻ എന്ന് പറയും. ഇതും നമ്മൾ ശരിക്കും നമ്മളുടെ ഒരു ഹാബിറ്റ് ആക്കി മാറ്റിയാണ്ടല്ലോ, നമ്മൾക്ക് ആഗ്രഹങ്ങളൊക്കെ നമ്മൾക്ക് ഒരു വർഷം കൊണ്ട് എത്ര പൈസ നമുക്ക് സമ്പാദിക്കണം എന്നുള്ളത് പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അടുത്ത ബർത്ത്ഡേ ഡേറ്റ് എഴുതിയിട്ട് 2025 നിങ്ങളുടെ ബർത്ത്ഡേന്റെ ഡേറ്റ് എഴുതിയിട്ട് ഈ സമയം ആകുമ്പോഴേക്കും ഞാൻ ഇത്ര പണം ഞാൻ സമ്പാദിച്ചിരിക്കും. അത് സമ്പാദിച്ചിരിക്കും നമ്മൾ പ്രോപ്പർ ആയിട്ടൊരു ഡേറ്റ് ഇട്ട് നമ്മളൊരു വിഷൻ അല്ലെങ്കിൽ നമ്മളൊരു ഗോള് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കറിയോ? നമ്മളുടെ മനസ്സ് ഇങ്ങനെ ഓരോ സമയത്തും പറയും, വെറുതെ ഇങ്ങനെ റീല് കണ്ടിട്ടും അല്ലെങ്കിൽ ഗെയിം കളിച്ചിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ സമയം വേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിങ്ങനെ അല്ല ഇതിലേക്ക് എത്തണ്ടേ, ആ സമയത്തുള്ള ആ എഴുതി വെച്ച എമൗണ്ടിലേക്ക് എത്തണ്ടേ, എങ്ങനെ നടന്നാൽ മതിയോ?
എന്താ സിനിമയും കണ്ട് കുറെ സീരീസും കണ്ട് സമയം വേസ്റ്റ് ചെയ്താൽ മതിയോ? നമ്മളെ മനസ്സ് നമ്മളോട് ഇങ്ങനെ ചോദിക്കും. അപ്പൊ എന്ത് ചെയ്യണം? ഇങ്ങനെ പ്രോപ്പർ ആയിട്ടൊന്ന് എഴുതി വെക്കുക. എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ലൈഫിൽ ആഗ്രഹമുള്ള എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ട് അത് പിക്ചറൈസ് ചെയ്യുക. നമ്മളുടെ ഉപബോധ മനസ്സിന്റെ ലാംഗ്വേജ് അല്ലെങ്കിൽ അതിന്റെ ഭാഷ എന്ന് പറയുന്നത് ഇമേജുകളാണ്, പിക്ചറുകളാണ്, ഫോട്ടോസ് ആണ്. അപ്പൊ ആ ഫോട്ടോസ് നമ്മൾ ഡെയിലി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു കേട്ടോ. ഞാൻ ചെയ്തിട്ടുള്ളത് എന്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഞാനൊരു 2 വർഷം മുന്നേ ഒരു എമൗണ്ട് ഞാൻ എഴുതിയിരുന്നു. എന്റെ കഴിഞ്ഞ ബർത്ത്ഡേന്റെ ഡേറ്റ് ആകുമ്പോഴേക്ക് ഈ ഒരു എമൗണ്ട് എനിക്ക് നേടിയെടുക്കണമെന്ന്. അൽഹംദുലില്ലാ, താങ്ക്സ് ടു ഗോഡ്, ആ എമൗണ്ട് എനിക്ക് നേടിയെടുക്കാൻ പറ്റി. അത് എന്തൊക്കെ മേഖലയെക്കൂടാന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല. കാരണം ഈ കോച്ചിങ് മാത്രമല്ല, വേറെയും 2 ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഓരോന്നിലും ആ സമയമാകുമ്പോഴേക്ക് അങ്ങനെ ഗ്രോത്ത് ആ എമൗണ്ടിലേക്ക് എനിക്ക് ഹിറ്റ് ചെയ്യാൻ പറ്റി. അപ്പൊ ഇതേപോലെ എന്താ, ഞാനിത് പറയുമ്പോ ഞാൻ ഹിറ്റ് ചെയ്ത കാര്യം പറയാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്. ഇതേപോലെ നമ്മൾ ഡേറ്റ് ഇട്ട് വെച്ചിട്ട് ഒരു ഗോൾ നമ്മൾ എഴുതി വെച്ചാല് നമ്മളെ മനസ്സും നമ്മളെ ഹാബിറ്റ്സും ഒക്കെ അതിനെ സപ്പോർട്ട് ചെയ്യും. സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾക്ക് വേറെയുള്ള ദുശ്ശീലങ്ങളൊന്നും പാടില്ല കേട്ടോ. ദുശ്ശീലങ്ങൾ ഉദ്ദേശിച്ച് മനസ്സൊക്കെ നല്ല വൃത്തിയായിട്ട് മറ്റുള്ള മനുഷ്യന്മാരോട് ദേഷ്യമോ വെറുപ്പോ അഹങ്കാരോ അസൂയേ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ വൃത്തിക്ക് നമ്മൾ മനസ്സും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിലോ നമ്മളെ ഉള്ളിൽ നിന്ന് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ ഡിവൈൻ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചോണ്ട് എന്ത് വേണം വിളിക്കുക, അതിങ്ങനെ നമ്മളങ്ങനെ ഗൈഡ് ചെയ്ത് കൊണ്ടുവന്ന് കാണാൻ പറ്റും. ഓരോ സാഹചര്യങ്ങൾക്കും നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇങ്ങനെ നമ്മളുടെ മനസ്സിലേക്ക് വരും. നമ്മൾ പറയേണ്ട വാക്കുകൾ നമ്മൾക്ക് കിട്ടും. നമ്മൾ എടുക്കേണ്ട ആക്ഷൻസ് നമ്മൾ കിട്ടും. നമുക്കിപ്പോ ഒരു ബിസിനസ്സിൽ എന്തെങ്കിലും സമയത്ത് ഒരു പണം ആവശ്യം വരെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാണ്ടല്ലോ നമ്മളെ മനസ്സിൽ തന്നെ ഇങ്ങനെ വരും, ഇന്ന ആളെ വിളിച്ചോട്ടോ. നമ്മൾ ഭയങ്കര ടെൻഷൻ ആയിട്ട് നിൽക്കണ്ട, നമ്മൾ റിലാക്സ് ആയിട്ട് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യും. പാസ്റ്റിലേക്കും അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്കും ചിന്തിച്ച് മനസ്സ് വേവലാതിപ്പെടുന്നതിന് പകരം ഈ നിമിഷത്തിൽ ജീവിക്കുക എന്ന പ്രോസസ്സിലേക്ക് നമ്മൾ ഇങ്ങോട്ട് എത്തിപ്പെടുന്ന സമയത്തുണ്ടല്ലോ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ മൈൻഡ് അല്ലെങ്കിൽ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ ഡിവൈൻ കോൺഷ്യസ്നെസ് നമ്മളെ ഗൈഡ് ചെയ്യാൻ തുടങ്ങും. ഓരോ നിമിഷത്തിലും നമ്മളിങ്ങനെ ആ ഒരു ഗൈഡൻസ് ഫീൽ ചെയ്തുകൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോകും. എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ എന്താ ചിന്തിക്കറിയോ, ബുദ്ധിമുട്ടിൽ എന്തോ ഒരു നല്ല കാര്യം എനിക്ക് പഠിക്കാനുണ്ടല്ലോ, അല്ലെങ്കിൽ എന്തോ ഒരു പാഠം എനിക്ക് ഉൾക്കൊള്ളാനുണ്ടല്ലോ. ആ പാഠം എവിടെ? എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം, എനിക്ക് നന്ദി പറയാനുള്ള ആ കാര്യം എവിടെ എന്നാണ് നമ്മൾ ഏത് സാഹചര്യത്തിൽ. കാരണം എന്താ പറയാ, നമ്മൾ ഏതൊരു ബുദ്ധിമുട്ട് സാഹചര്യത്തിലൂടെ കടന്നു പോണ സമയത്തും ഒന്നെങ്കിൽ നമ്മളുടെ മെന്റൽ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ആവുന്നുണ്ട്. ഇമ്പ്രൂവ് പറഞ്ഞാല് നമ്മളുടെ മാനസിക ശക്തി ഇമ്പ്രൂവ് ആവുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ടുള്ള നമ്മളുടെ ഫ്യൂച്ചർ ലൈഫിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും, നമ്മളിപ്പോ ബിസിനസ് റൺ ആയിക്കോട്ടെ, റിലേഷൻഷിപ്പിലായിക്കോട്ടെ, അതിലൊക്കെ നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില പാഠങ്ങൾ, ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാഠങ്ങൾ നമുക്ക് പഠിക്കാനൊക്കെ പറ്റും. അപ്പൊ അതുകൊണ്ട് അതെന്ത് പാഠമാണ് ഓരോ സാഹചര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത എപ്പോഴും മൈൻഡിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോവാം. പിന്നെ ഇതേപോലെ ലൈഫിൽ റിലേഷൻഷിപ്പിൽ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരേണ്ട ആൾക്കാരാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഇപ്പം ഹസ്ബൻഡുമായിട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പം വൈഫുമായിട്ടായിക്കോട്ടെ, മക്കളുമായിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ ഫാദർ മദർ, അല്ലെങ്കിൽ ഇപ്പൊ കല്യാണം കഴിക്കാത്തവരാണ് അവരെ സഹോദരങ്ങളും ആയിട്ടുള്ള ബന്ധങ്ങളായിക്കോട്ടെ, ഫ്രണ്ട്സുമായിട്ടുള്ള ബന്ധങ്ങളായിക്കോട്ടെ, ഇത് ഇമ്പ്രൂവ് ചെയ്തെടുക്കാനുള്ള ചെറിയൊരു ടെക്നിക്കാണ് എന്താ പറയാ പോണത്. അതിന്റെ പേരാണ് ഹാപ്പിനെസ് പ്രൊജക്ട് വിത്ത് എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുക. ഹാപ്പിനെസ് പ്രൊജക്ട് വിത്ത് ആരാണോ ആള്, നിങ്ങൾക്ക് ആരുമായി ലൈഫിൽ ഏത് മനുഷ്യനുമായിട്ടുള്ള ബന്ധമാണോ ഇമ്പ്രൂവ് ചെയ്തെടുക്കേണ്ടത്. ചില ആൾക്കാർക്ക് ഫാദറുമായിട്ട് ഭയങ്കര തീരെ ഒരു കണക്ഷൻ ഉണ്ടാവില്ല. ഫാദർ ഇങ്ങനെ ആളുടെ ഒരു പവർ കിട്ടാൻ വേണ്ടിയിട്ട് ആള് കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് പറയും. ചില വീട്ടിൽ ഉമ്മമാരോടായിരിക്കും ചിലപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പം ഭാര്യ ഭർത്താവ് മക്കൾ തുടങ്ങിയിട്ട് ആരോട് ലൈഫിൽ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഏത് മനുഷ്യന്മാരോടുള്ള റിലേഷൻഷിപ്പുകൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എഴുതി വെക്കുക ഒരു കാര്യം, എന്താ ഒരു ഹെഡിങ് ഇട്ടിട്ട് നമ്മൾ ഒരു ബുക്കിൽ എഴുതാൻ, എന്തറിയോ, ഹാപ്പിനെസ് പ്രോജക്ട്. റഷീദ് സാർ അല്ലെ? റഷീദ് സാർ ഇവിടെ
സോറി അൺമ്യൂട്ട് ആയിപ്പോയതാ. ഇല്ല അത് കുഴപ്പമില്ല സാർ. സാറ് ഇവിടെ പിൻ ചെയ്തിട്ടില്ലായിരുന്നു. സാധാരണ ഞാന് വീഡിയോ മോഡിൽ വരുന്ന എല്ലാരും ഇവിടെ പിൻ ചെയ്യാറുണ്ട്. സാറിന് ഇവിടെ കാണാത്തോണ്ടാണ് ഞാൻ സാറിന് സൗണ്ട് കേട്ട പെട്ടെന്ന്. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു ഫോർ ജോയിനിങ്. സാറ് ഇപ്പൊ എത്തിയിട്ടേ ഉള്ളൂ തോന്നുന്നില്ലേ വർക്കൊക്കെ കഴിഞ്ഞിട്ട്? എന്നോട് മാം പറഞ്ഞിരുന്നു നേരത്തെ ഫ്രഷ് ആവുകയാണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ എഴുതി വെക്കേണ്ടത് വെച്ചാല് ഹാപ്പിനെസ് പ്രൊജക്ട് വിത്ത് ദാറ്റ് പേഴ്സൺ. ഏത് പേഴ്സൺ ആണോ ആ പേഴ്സണുമായിട്ടുള്ള ഹാപ്പിനെസ് പ്രൊജക്ട് വിത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് കൊടുക്കുക ഒരു ബുക്കിൽ. എന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയോ? ആദ്യം നമ്മൾ ആ മനുഷ്യൻ ഇപ്പൊ എന്തെങ്കിലും ഒരു ചെറിയ ഉടക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന സമയമായിരിക്കും. അതുകൊണ്ടായിരിക്കും അവരോട് എന്തോ ഒരു മാനസികമായിട്ടുള്ള ഒരു അടുപ്പം തോന്നാത്തത്. എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളോട് ചെറിയതും വലുതും ഒക്കെ ഉണ്ടായേക്കാം. അവരുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാം? ഫസ്റ്റ് നിങ്ങൾ എഴുതേണ്ട കാര്യങ്ങൾ എന്താ? ആ ഒരു ഹാപ്പിനെസ് പ്രൊജക്ട് വിത്ത് എന്ന് എഴുതേണ്ടത് ആദ്യം എഴുതി വെക്കേണ്ടത്, ഈ പ്രശ്നം വന്നല്ലോ, അവരുമായിട്ട് എന്തോ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു ചെറിയൊരു സൗന്ദര്യപ്പണക്കോ അല്ലെങ്കിൽ ചിലപ്പം കുറച്ച് സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം. ആ പ്രശ്നങ്ങളൊക്കെ വരുന്നതിന്റെ മുന്നേ അവര് നമ്മളെ ലൈഫിലേക്ക് തന്നിട്ടുള്ള സന്തോഷിപ്പിച്ച കാര്യങ്ങൾ ഉണ്ടാവുന്നു. ആ മനുഷ്യനുമായിട്ട് ഇപ്പൊ എന്തെങ്കിലും ഒരു വിഷയം വന്നിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ കാരണം നമ്മളുടെ ലൈഫിൽ പല സമയത്തും പല സഹായങ്ങളും പല സന്തോഷങ്ങളും നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ ആ മനുഷ്യനോട് ഇപ്പം ദേഷ്യമോ വെറുപ്പൊക്കെ തോന്നാനുള്ള കാരണം. ആ കാര്യങ്ങളൊന്ന് എഴുതി വെക്കുക. എങ്ങനെ ഒന്ന് ഓർത്തെഴുതുക. എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഞാനും അവരുമായിട്ട് നല്ല സമയത്തുണ്ടായിരുന്ന നല്ല മൊമെന്റുകൾ എന്തൊക്കെയായിരുന്നു ഒന്നിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഓർത്തെടുത്തിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അതിങ്ങനെ എഴുതി വെക്കുക. പിന്നെ ചെയ്യേണ്ടത് വെച്ചാല് നമ്മളെ കൂടെ തന്നെ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയോ? അവരുടെ ഫോൾട്ടുകളിലേക്ക് നോക്കുന്നതിന് പകരം, ഞാൻ എൻ്റെ ലൈഫിൽ അങ്ങനെ ഭയങ്കര ഒരു ചേഞ്ച് ഉണ്ടാക്കിയെടുത്തിട്ടോ. എങ്ങനെ എൻ്റെ വൈഫുമായിട്ട് എനിക്കിപ്പോ ഇങ്ങനെ ചെറിയ അതിങ്ങനെ ഞാൻ ആലോചിച്ചപ്പോ കുറേ പ്രശ്നങ്ങളാണല്ലോ എന്നുള്ള രീതിയിൽ. എന്തായാലും മനുഷ്യന്മാരാകുമ്പം ചെറിയ എന്തെങ്കിലും സൗന്ദര്യപ്പിണക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ശരിക്കും ഞാൻ എന്ത് ചെയ്തറിയോ? ഈ ഒരു ഹാപ്പിനെസ് പ്രൊജക്ട് വിത്ത് പൊന്നു എൻ്റെ വൈഫിനെ വിളിക്കുന്ന പേരാണ്. അപ്പൊ എഴുതിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ? ഓരോ ദിവസവും ഞാനിങ്ങനെ ശ്രദ്ധിക്കും. ഓരോ ദിവസം എന്താ ശ്രദ്ധിക്കാന്നറിയോ? എന്നെ ഹാപ്പി ആക്കിയ അല്ലെങ്കിൽ ആളുടെ എന്തെങ്കിലും ഒരു നല്ല കഴിവോ അല്ലെങ്കിൽ ആള് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തതോ, അങ്ങനെ ഞാൻ ആ നല്ല കാര്യം ചെയ്തത് ഞാൻ ഓരോ ദിവസവും വന്നിട്ട് ഇങ്ങനെ എഴുതി വെക്കും. ഇങ്ങനെ ഇങ്ങനെ ഒരു കാര്യം എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, താങ്ക് യു സോ മച്ച് എന്നുള്ള രീതിയിൽ അത് ഞാൻ ഓരോ ദിവസവും വന്നിട്ട് എഴുതി വെക്കും. ഇങ്ങനെ വന്നിട്ട് എഴുതി വെക്കുന്ന മാത്രമല്ല പഴയ കാര്യങ്ങളും ഞാനൊരിപ്പോ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഉണ്ടായിരുന്ന സമയത്തും നല്ല കാര്യങ്ങളും ഉണ്ടായിരുന്നു ആ സമയത്ത്. ഞാൻ പക്ഷെ ഫോക്കസ് ചെയ്തത്, ഞാൻ മോശത്തിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ പറ്റി മോശമുള്ള കാര്യങ്ങളാണ് കൂടുതൽ കിട്ടുക. പക്ഷെ ഇങ്ങനെ ഞാൻ ഡെയിലി ഒരു 10 കാര്യങ്ങളെങ്കിലും, 10 ഇല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ഒരു 5 കാര്യം എടുത്തോളി. ആ മനുഷ്യനെ പറ്റി ഡെയിലി ഒരു 5 കാര്യങ്ങൾ നല്ലത് നോക്കി കണ്ടുപിടിക്കുക. എങ്ങനെ മോശം കുറെ ഉണ്ടായേക്കാം, പക്ഷെ മോശങ്ങൾ നോക്കുന്നത് ആ നല്ല കാര്യങ്ങൾ ഇങ്ങനെ ഇന്ന കാര്യം എനിക്ക് ചെയ്തു തന്നെങ്കിൽ ഞാൻ ഹാപ്പിയാണ്, താങ്ക് യു സോ മച്ച് എന്നുള്ള രീതിയിൽ അവരറിയണമെന്നില്ല കേട്ടോ, അല്ലാതെ തന്നെ അതിങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് എന്താ സംഭവിക്കറിയോ? ഓട്ടോമാറ്റിക്കലി നമ്മളിപ്പോ കോമ്പൗണ്ട് എഫക്റ്റ് എന്ന് പറയുന്ന രീതി, നമ്മുടെ സംയുക്ത പ്രഭാവം എന്ന് പറയുന്ന രീതിയിൽ നമ്മള് ഒരാളുടെ നന്മയിലേക്ക് നോക്കി തുടങ്ങി കഴിഞ്ഞാണ്ടല്ലോ, നമ്മൾ ഓരോ ദിവസവും പിന്നെ ഇങ്ങനെ ഇന്നിപ്പോ എന്ത് നന്മ എഴുതുക എന്നുള്ള രീതിയിൽ നമ്മളുടെ മൈൻഡ് അങ്ങ് പ്രോഗ്രാമായി മാറും. റീപ്രോഗ്രാംഡ് ആവും, പുതിയൊരു പ്രോഗ്രാം കയറും. ആ മനുഷ്യന്റെ നന്മയിലേക്കാണ് ഞാൻ നോക്കേണ്ടത്. ഇന്നിപ്പോ എനിക്ക് അവരെ പറ്റി ഒരു ഹാപ്പിനെസ് പ്രോജക്റ്റ് എഴുതേണ്ടതാണ് എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിക്കുന്നുണ്ടല്ലോ, ഓട്ടോമാറ്റിക്കലി അവര് ലൈഫിൽ ചെയ്യുന്ന ചെറിയ ചെറിയ ന്യൂനതകളും പിന്നെ നമ്മൾ കാണാതെ ആവും. ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടല്ലോ, അത് നമ്മളുടെ ശ്രദ്ധയിൽ വരില്ല. നമ്മൾ എന്താ ചെയ്യുക? ആ ചെറിയ മിസ്റ്റേക്കിന് അപ്പുറത്ത് വേറൊരു നല്ല കാര്യം ചെയ്തിരുന്നല്ലോ, ആ നല്ല കാര്യത്തിലേക്ക് നോക്കാനുള്ള നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് അല്ലെങ്കിൽ പോസിറ്റിവിറ്റിയിലേക്ക് നമ്മളുടെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, ആ മനുഷ്യനുമായിട്ടുള്ള ബന്ധം ഭയങ്കരമായിട്ട് ഊഷ്മളാവുന്നത് കാണാൻ പറ്റും. അങ്ങനെ ചില ആൾക്കാരെ ഇവിടുന്ന് ചിന്തിക്കുന്നുണ്ടോ അതിനെന്തെങ്കിലും നല്ല ചെയ്യേണ്ടി ആ മനുഷ്യന്. ചില ആൾക്കാരെ മൊത്തൊക്കെ കാണുന്നുണ്ട്, ആരെയും ഞാൻ ചൂണ്ടിക്കാണിക്കുന്നില്ല.
തമാശ പറഞ്ഞാട്ടോ. ഏതായാലും ഏത് സാഹചര്യത്തിൽ ജീവിക്കുന്ന മനുഷ്യന്മാരാണ് നല്ല എന്തെങ്കിലുമൊക്കെ അവരും ചെയ്യുന്നുണ്ട്. ആരൊക്കെ ചിരിക്കുന്നൊക്കെ ഉണ്ട് ഇവിടെ. ആരും ആട്ടും കൊണ്ടും പറയണ്ട. അപ്പോ എന്ത് സാഹചര്യങ്ങളിലും കടന്നു പോകണം ആ മനുഷ്യന്മാരും നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മള് ചിലപ്പോൾ നമുക്ക് ഭക്ഷണം വാങ്ങി തരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കാം, നമ്മളെ പറ്റി നല്ല എന്തെങ്കിലും ഒരു കോംപ്ലിമെന്റ്, നമ്മൾ ഈ കാര്യം ചെയ്ത് നന്നായിരുന്നോ. പക്ഷെ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് അറിയാം, ചില ആൾക്കാർ എന്തെങ്കിലും ആ മനുഷ്യൻ നല്ലത് പറയണ്ടേ, ഞാനിതുവരെ ആൾ ഇതിനെ പറ്റി നല്ലത് പറഞ്ഞ് കേട്ടിയില്ല എന്നൊക്കെ പറയും ചില ആൾക്കാർ. പക്ഷെ പല സമയത്തും അവര് എന്നെ ഉദ്ദേശിച്ച മീനാമം ഞാൻ ആരെയും ഉദ്ദേശിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ എന്റെ ഇവിടെ കമന്റിലൊന്നും പറയല്ലേ. അങ്ങനല്ല, ഞാൻ ഉദ്ദേശിച്ചത് എന്താ അറിയോ, ഇങ്ങനെ ഒരു ശീലം വളർത്തിയെടുക്കുന്ന വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ ഒരു മനുഷ്യൻ നമ്മൾക്ക് ചെയ്തു തന്ന കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ആ മനുഷ്യന്റെ ബർത്ത്ഡേ, ജനിച്ച ദിവസം ഉണ്ടാവില്ലേ, ഏതെങ്കിലും ഒരു വർഷത്തിലൊരു ദിവസം, ആ ദിവസം ഉണ്ടല്ലോ ഈ ബുക്ക് ഒന്ന് അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്താണ്ടല്ലോ കണ്ണ് നിറഞ്ഞു പോകും മനുഷ്യന്റെ. നമ്മൾ ആ മനുഷ്യന്റെ നന്മകൾ ഇത്രയും എഴുതി വെച്ചിട്ടുണ്ട് എന്ന് എങ്ങാനും ആ മനുഷ്യൻ ബർത്ത്ഡേന്റെ ദിവസം കണ്ടാണ്ടല്ലോ, അതിനുശേഷം ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഒരാളുടെ നന്മയിലേക്ക് നോക്കുമ്പോണ്ടല്ലോ, അവരും ഓട്ടോമാറ്റിക്കലി എനർജി വൈസ് നമ്മളുടെ നന്മയിലേക്ക് നോക്കി തുടങ്ങും. പിന്നെ നമ്മൾ അഥവാ ഒരു ഗിഫ്റ്റ് ആയിട്ട് ഈ ബുക്കൊക്കെ കൊടുക്കുകയും കൂടി ചെയ്താണ്ടല്ലോ, അതിനുശേഷം നിങ്ങളുടെ ലൈഫിന് കാരണം എന്താ അറിയോ, ഇവര് പോലും ചിന്തിച്ചിട്ടുണ്ടാവൂല ഇവരുടെ ലൈഫിൽ ഇവർ ഇത്രയും നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അവര് തന്നെ ചിലപ്പം അവരുടെ നെഗറ്റിവിറ്റിയിലേക്കും അവരുടെ മിസ്റ്റേക്കുകളിലേക്കും ഫോക്കസ്ഡ് ആയിരിക്കും. പക്ഷെ മറ്റൊരാൾ, ഇപ്പം ഭാര്യ ആയിക്കോട്ടെ, ഭർത്താവ് ആയിക്കോട്ടെ, നമ്മുടെ അനിയനോ ഏട്ടത്തി ആരായിക്കോട്ടെ, നമ്മുടെ ഉപ്പ ഉമ്മ തുടങ്ങിയിട്ട് ആരായിക്കോട്ടെ, ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, എങ്ങനെയാണെങ്കിലും ഇങ്ങനൊരു പ്രവർത്തനം നിങ്ങൾ ചെയ്ത് അതിന് എന്താ സംഭവിക്കുക അറിയോ, അതിന് ശരിക്കും നിങ്ങളൊരു ബർത്ത്ഡേക്ക് അങ്ങനെ ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റി കൈയോട് ചെയ്താണല്ലോ, കോമ്പൗണ്ട് എഫക്റ്റിന്റെ വേറെ ലെവല്, സംയുക്ത പ്രഭാവം. നമ്മളിപ്പോ അറിയല്ലേ, ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നുള്ള സംഭവം എല്ലാവരും കേട്ടിട്ടുണ്ടാവല്ലോ, കൂട്ടുപലിശ എന്ന് കേൾക്കല്ലേ, ഇതേപോലാണ് സംഭവിക്കുക. നമ്മൾക്ക് ഈ കൂട്ടുപലിശ എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ടല്ലോ, ഇങ്ങനെ നമ്മള് ഒരു 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 നമ്മളിപ്പം ഒരു മാസം ഇപ്പം പലിശ അടിച്ചിട്ടില്ലെങ്കിൽ, പലിശ ഹറാമാണ് കേട്ടോ, അത് പ്രൊമോട്ട് ചെയ്യുന്നല്ല കേട്ടോ, ഞാൻ ആ പേരുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പറയാണ്. ഒരു മാസം നമ്മളിപ്പം എന്തെങ്കിലും ഒരു പേയ്മെന്റ്, ലോണിന്റെ പേയ്മെന്റ് അടിച്ചില്ലെങ്കിൽ അതിലേക്ക് ഒരു പലിശ കയറും. അടുത്ത മാസം ഈ പലിശ കയറിയതിന്റെ മുകളിലേക്കാണ് കയറുക. ഇതേപോലെ തന്നെയാണ് നമ്മളുടെ ലൈഫിൽ ഹാബിറ്റുകൾ ക്രിയേറ്റ് ചെയ്താലും, ഒരു മാസം നമ്മളൊരു ഹാബിറ്റ് ചെയ്യുമ്പോഴല്ല അടുത്ത മാസം നമ്മൾ അതിലേക്ക് കിടക്കുന്നുണ്ടല്ലോ, അത് വേറെ ലെവൽ, ഓൾറെഡി കയറിയിട്ടുള്ള ആ ഒരു നോളജ് ലെവലിലേക്ക് വീണ്ടും അറിവുകൾ കയറുന്ന സമയത്തുണ്ടല്ലോ ഭയങ്കര റിസൾട്ട് ഉണ്ടാക്കുക. ഇതേപോലെ തന്നെയാണ് ഇപ്പൊ നിങ്ങൾക്ക് ലൈഫിൽ ഇപ്പം ഈ റിലേഷൻഷിപ്പുകൾ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതേപോലെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എന്ന് വിളിക്കാം, ഹാപ്പിനെസ് പ്രൊജക്ട് എന്ന് വിളിക്കാം, ഒരാളുമായിട്ടുള്ള ബന്ധങ്ങൾ. നിങ്ങളിപ്പം അടുത്തായിട്ട് നിൽക്കുന്ന ആളല്ലെങ്കിൽ പോലും അവര് ചെയ്തു തന്നിട്ടുള്ള നല്ല സമയത്ത് ചെയ്തു തന്നിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോഴും ചെയ്തു തരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഡെയിലി ഒന്ന് എടുത്ത് എഴുതാൻ ശ്രമിച്ചാണ്ടല്ലോ, നിങ്ങൾ തന്നെ ചിന്തി, ഇത്രത്തോളം നല്ല കാര്യങ്ങൾ ചെയ്തു തരുന്ന മനുഷ്യനാണോ ഞാൻ ഇത്രയും വെറുക്കുകയും ദേഷ്യം പിടിക്കുകയും ചെയ്യുന്നത്. ചെറിയ കുറച്ച് കാര്യങ്ങൾ, മനുഷ്യനല്ലേ, മനുഷ്യന്മാരോട് തെറ്റുപറ്റിപ്പോലെ. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു ഫോർഗീവ്നെസിന്റെ, ഒരു പുറത്തു കൊടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യും. കാരണം എന്താ അറിയോ, പുറത്തു കൊടുക്കാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ചിന്ത വരണമെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്തത് ഇപ്പുറത്ത് എഴുതി വെച്ചത് ഉണ്ടാവണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഹാബിറ്റ് നിങ്ങളൊന്ന് ലൈഫിലൊന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഞാൻ ശരിക്കും എല്ലാ ദിവസവും എഴുതും, എല്ലാ ദിവസവും എന്റെ നോട്ട്സിൽ, എന്റെ ജേർണലിങ്ങിൽ എന്റെ വൈഫ് എനിക്ക് ചെയ്തു തരുന്ന, അല്ലെങ്കിൽ എന്നെ ഹാപ്പി ആക്കി, അല്ലെങ്കിൽ നാളെ എനിക്ക് ഹാപ്പി ആക്കാൻ പറ്റിയ കാര്യങ്ങൾ ഞാൻ എഴുതി വെക്കാറുണ്ട്. വേറെ ഞാൻ അടുത്ത ദിവസം ഞാൻ എങ്ങനെ ഹാപ്പി ആക്കും. വലിയ വലിയ കാര്യങ്ങൾ വേണമെന്നിട്ടില്ല, വലിയ മറ്റേ ഐഫോൺ വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ വലിയ കോസ്റ്റ്ലി ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുക, കോസ്മെറ്റിക്സ്, ജ്വല്ലറി, അങ്ങനെ ഒന്നും വേണമെന്നില്ല. ചെറിയ എന്തെങ്കിലും ഡെയിലി അതും എപ്പോഴെങ്കിലും ഒക്കെ വാങ്ങിക്കൊടുക്കട്ടെ. നമ്മൾ പണം കാര്യങ്ങൾ വരുന്ന സമയത്ത്, ഞാൻ എല്ലാ സമയത്തും കൊടുക്കണം എന്നല്ല പറഞ്ഞത്, പക്ഷെ ചെറിയ ഒരു ഇവന്റ് പോലും മതിയാവും. എങ്ങനെ നല്ലൊരു വാക്ക് പറയാം, ഇന്ന് ഉണ്ടാക്കിയ ഭക്ഷണം നന്നായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ ഇന്ന് ആ മകന് അല്ലെങ്കിൽ മകൾക്ക്, അല്ലെങ്കിൽ ഇപ്പം അച്ഛനമ്മ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു തന്നത് നന്നായിരുന്നു കേട്ടോ എന്നുള്ള രീതിയിൽ ചെറിയൊരു കോംപ്ലിമെന്റ് പോലും മതിയാവും. പക്ഷെ ആ കോംപ്ലിമെന്റ് പറയാൻ ആർക്കും സമയമല്ല. ഞാനിപ്പോ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു,
ഒരിക്കലും ഒരു കാര്യം ആലോചിച്ചാൽ മതി. ഇപ്പൊ ഒരു ഭാര്യ ഭർത്താവ് ആരെങ്കിലും വീട്ടിൽ ഇപ്പൊ ഒരു ചായ ഉണ്ടാക്കി തരാന്ന് വെച്ചോളൂ. ഇപ്പൊ ഭാര്യ ഭർത്താവ് ഒരു എക്സാമ്പിൾ പറയാം. ഭാര്യ ഭർത്താവിന് ഇപ്പൊ ഒരു ചായ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് ഭർത്താവിന് വേണമെങ്കിൽ ഇപ്പൊ കുറച്ച് മധുരം കുറഞ്ഞു പോയി എന്ന് വിചാരിക്കുക ചായയില്. ഭർത്താവിന് വേണമെങ്കിൽ നേരിട്ട് പറയുന്നത് ഈ ചായയിൽ മധുരമില്ല, ചായ ഉണ്ടാക്കാനും അറിയില്ല എനിക്ക് എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് അറിയോ? ശരിക്കും നമ്മള് ആ വെള്ളം തിളപ്പിച്ച് പൊടിയിട്ട് അല്ലെങ്കിൽ ആദ്യം ഗ്യാസ് ഓണാക്കി വെള്ളം തിളപ്പിച്ച് പൊടിയിട്ട് പഞ്ചസാര ഇട്ട് പാൽപ്പൊടിയോ പാലോ എന്താന്ന് ഒഴിച്ചൊക്കെ റെഡിയാക്കി അതൊക്കെ തരിച്ച് നല്ല വൃത്തിയിലൊരു ചായ ആക്കി കൊണ്ടു തരുന്ന ആളോട് അത്രയും എഫേർട്ട്, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അതൊരു മനുഷ്യന്റെ എഫേർട്ട് അല്ലേ, ആ എഫേർട്ട് ഒന്നും പരിഗണിക്കാതാണ് പറയുന്നത് എന്ത് ചായയിൽ മധുരല്ല കേട്ടോ. അപ്പൊ എന്താ സംഭവിക്കുന്ന അറിയോ? നന്ദികേട് എന്ന് പറയാം അതിന്. അഹങ്കാരം, നന്ദികേടിന്റെ വേറൊരു വാക്കാണ് നമുക്ക് അഹങ്കാരം എന്നും പറയാം. കാരണം എന്താ അറിയോ? അത്രയും നല്ല കാര്യങ്ങളൊന്നും നോക്കാതെ ഒറ്റ ഒരു മോശം കാര്യത്തിലേക്ക് മാത്രം നമ്മൾ നോക്കുന്ന ആ ഒരു ശീലം ഉണ്ടല്ലോ, ആ ശീലം ഭയങ്കരമായിട്ട് നമ്മളുടെ റിലേഷൻഷിപ്പിലായിക്കോട്ടെ, അതിപ്പോ ഇതേപോലെ തന്നെ ആട്ടെ. ഞാനിപ്പോ ഇന്നലെ പറഞ്ഞിരുന്നു. അപ്പൊ അതേപോലെ എന്ത് പറയാൻ ഇപ്പം മധുരം കുറവാണെങ്കിൽ തന്നെ എന്ത് പറയാന്നറിയാം, ആദ്യം തന്നെ ഇത് മധുരം കുറവാണ് പറയുന്നതിന് പകരം ഈ ചായ ഒക്കെ ഉണ്ടായി തന്നത് നന്നായിട്ടോ, ചായ ഇങ്ങനെ എഫേർട്ട് എടുത്തതിന് താങ്ക് യു കേട്ടോ, അല്ലെങ്കിൽ ഒരു നന്ദി പ്രകടിപ്പിക്കുന്ന രീതിയിൽ ഒരു സംഭവം പറഞ്ഞതിന് ശേഷം ഇതിൽ കുറച്ച് മധുരം കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, അടുത്ത പ്രാവശ്യം ഒന്ന് ശ്രദ്ധിക്കണേ എന്നുള്ള രീതിയിൽ പറയുന്നതും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ആദ്യം നമ്മൾ നല്ലൊരു കാര്യം പറയാം, എന്നിട്ട് അതിന് ശേഷം നമ്മൾ അതിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ ആ കാര്യം പറയാം. ഇതേപോലെ തന്നെ ഭർത്താക്കന്മാരോട് ഭാര്യമാരോട് എന്ത് കാര്യങ്ങൾ നമ്മൾ വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന സമയത്തും നേരിട്ട് ആ റോങ് അല്ലെങ്കിൽ മിസ്റ്റേക്കിലേക്ക് നേരിട്ട് ചൂണ്ടുന്നതിന് പകരം ആദ്യം അവരുടെ നന്മകൾ ചൂണ്ടിക്കാണിച്ചതിന് ശേഷം മാത്രം ന്യൂനതകളെ പറ്റി പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാണ്ടല്ലോ നമ്മളുടെ ബന്ധങ്ങളിൽ ഭയങ്കര ഊഷ്മത കാണപ്പെടാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ അങ്ങനെ ആയി, ഇതിപ്പോ ഞാൻ മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ, എന്റെ ഭാര്യയ്ക്ക് മനസ്സിലാവണ്ടേ അല്ലെ എന്റെ ഭർത്താവിന് മനസ്സിലാവണ്ടേ എന്നായിരിക്കും ഓരോരുത്തർ ചിന്തിക്കുന്നത്. നിങ്ങൾ ഈ ക്ലാസ് കേൾപ്പിച്ചെടുത്താൽ മതി. ഇതേ കേസാണ് നമ്മൾ ശരിക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത്, ഞാനിപ്പോ ചായന്റെ പറഞ്ഞപ്പോ എല്ലാവർക്കും പെട്ടെന്ന് കണക്ട് ആയല്ലോ, ഇതേപോലെ തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് പോലും സംഭവിക്കുന്നത്. അറിയോ? നമുക്ക് ചിലപ്പം ചില ആൾക്കാർക്ക് ഇപ്പം സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളായിരിക്കും, ചില ആൾക്കാർക്ക് കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും, ചില ആൾക്കാർക്ക് ആരോഗ്യപരമായിട്ട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മൾ പ്രാർത്ഥിക്കാൻ കൈ ഉയർത്തി കഴിഞ്ഞാണ്ടല്ലോ നേരെ നമ്മൾ പറയെന്താ, എനിക്ക് ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ആക്കി തരണേന്നാ നമ്മൾ ആ നേരിട്ട് പറയാ. പക്ഷെ അതിന്റെ പകരം അപ്പൊ എന്താ സംഭവം എന്നറിയോ? ആ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിന്റെ ഒരു കേസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതേപോലെ തന്നെ ഒരു സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് നല്ല കുടുംബ ബന്ധങ്ങളും ആരോഗ്യവും, ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ നമ്മളുടെ ശരീരത്തിലൂടെ 1,00,000 കിലോമീറ്റർ ആണ് നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ അല്ലെങ്കിൽ നമ്മളുടെ ഞരമ്പുകളുള്ള 1,00,000 കിലോമീറ്റർ. അതേപോലെ 2.5 മില്യൺ 25 ലക്ഷം GB ആണ് ഒരു മനുഷ്യന്റെ തലച്ചോറിന്റെ പവർ. 25 ലക്ഷം GB ജിഗാബൈറ്റ്സ്. ഒന്ന് ആലോചിച്ച് നോക്കി, അതിന് മാത്രം നമ്മൾ ഒരു GB ഒരു നന്ദി പറഞ്ഞാൽ 25 ലക്ഷം അൽഹംദുലില്ലാ അല്ലെ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഡെയിലി പറയേണ്ടി വരും. അങ്ങനെയുള്ള ഒരു ഇത്രത്തോളം അനുഗ്രഹങ്ങൾ തന്നിട്ടുള്ള പടച്ചവനോടാ നമ്മൾ എന്ത് പറഞ്ഞറിയോ? പടച്ചോനെ എനിക്കുള്ള പ്രശ്നങ്ങളാണോ, എന്റെ പ്രശ്നങ്ങൾ പടച്ചോൻ സോൾവ് ആക്കി തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നതിന് പകരം പ്രാർത്ഥന തുടങ്ങുന്നതിന്റെ മുന്നേ നമ്മൾക്ക് അറിയാലോ കോമ്പൗണ്ട് എഫക്ട് ശരിക്കും പ്രാർത്ഥനയിലും അത് ഭയങ്കര എഫക്റ്റീവ്. അപ്പൊ എന്ത് ചെയ്യാന്നറിയോ? പ്രാർത്ഥന തുടങ്ങുന്നതിന് മുന്നേ ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറയാ ആദ്യം. എങ്ങനെയാ? എന്റെ ആരോഗ്യവും അല്ലെങ്കിൽ എന്റെ കുടുംബ ബന്ധങ്ങളും അല്ലെങ്കിൽ എനിക്കുള്ള സമ്പത്തിനൊക്കെ ഞാൻ നന്ദിയുള്ളവരാണ് കുറച്ചോനെ. എനിക്ക് കുറച്ചും കൂടെ ചില കാര്യങ്ങളൊന്നും കൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ആ കാര്യങ്ങളിലൂടെ എന്നെ ഒന്ന് സഹായിച്ചു തരണേ. ഇതേ സംഭവമാണ് ഇവിടെ ഞാൻ പറഞ്ഞത്. ചായ ഉണ്ടാക്കി തരുമ്പോൾ നമ്മള് അറഗൻസ് അല്ലെങ്കിൽ നമ്മൾ നന്ദിയില്ലായ്മ കാണിക്കുന്ന അതേ കേസ് തന്നെയാണ് നമ്മൾ പ്രാർത്ഥനയിലും ശ്രദ്ധിക്കേണ്ടത്. പ്രാർത്ഥിക്കുന്ന സമയത്തും ഇതേപോലെ ആദ്യം നമ്മൾ നന്ദിയുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ തുടങ്ങുക. ഇത് നമ്മൾ ഏത് മേഖലയിലും, നമ്മളിപ്പോ ഒരു വർക്ക് ചെയ്യായിക്കോട്ടെ, ബിസിനസ് ചെയ്യായിക്കോട്ടെ, ഏത് മേഖലയിലും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ നേരിട്ട് അടിച്ച് കസർത്തി തെറ്റുകൾ പറഞ്ഞതിന് പകരം
ആദ്യം അവരുടെ ചെറിയ എന്തെങ്കിലും നന്മകൾ ഉണ്ടെങ്കിൽ അതെടുത്ത് പറഞ്ഞതിന് ശേഷം ഒരു മോശമായിട്ടുള്ള കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ചേഞ്ച് ഉണ്ടാവും. നമ്മൾക്ക് ആ പറയുന്ന കാര്യത്തിലോ പ്രവർത്തിക്കുന്ന കാര്യത്തിലോ നല്ല ഷിഫ്റ്റുകൾ കാണാൻ പറ്റും, നല്ല ഒരു ട്രാൻസ്ഫോർമേഷൻ കാണാൻ പറ്റും. അപ്പൊ ഇതേപോലെ നമ്മൾ ഡെയിലി ഇപ്പൊ കുറച്ച് നേരത്തെ ഇപ്പൊ കോമ്പൗണ്ട് എഫക്റ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഡെയിലി കുറച്ച് നേരത്തെ എണീക്കാൻ ശ്രമിക്കുക. എന്നിട്ട് കുറച്ച് നല്ല മെഡിറ്റേഷനും എക്സസൈസും അതേപോലെ അഫർമേഷൻസും തുടങ്ങിയിട്ട് നല്ല നല്ല ആക്ടിവിറ്റീസും നല്ല നല്ല കാര്യങ്ങൾ നമ്മളെ മൈൻഡിനെയും ബോഡിനെയും ഒക്കെ റിഫ്രഷ് ആക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ കുറച്ചൊന്ന് ഇപ്പം ബുക്സ് വായിക്കുകയാണെങ്കിൽ ഇപ്പം ആണെങ്കിൽ നമുക്കിപ്പം നമ്മളുടെ വേദഗ്രന്ഥങ്ങൾ എടുത്ത് അതിന്റെ അർത്ഥങ്ങൾ പഠിക്കാൻ ശ്രമിക്കാം, അത് വായിച്ച് തുടരാം. അല്ലെങ്കിൽ ഖുറാനോ ഭഗവത്ഗീത അല്ലെങ്കിൽ ബൈബിളോ ഏത് മതത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും അതൊക്കെ ഒന്ന് കുറച്ച് നേരം ഒന്ന് വായിച്ചു അതിന്റെ അർത്ഥങ്ങളും കൂടെ പഠിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും ബുക്കുകൾ വായിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ആ ബുക്കുകൾ വായിക്കുന്ന സമയത്ത് ചെറിയൊരു എമൗണ്ട് ഇതേപോലെ സേവിങ്സിലേക്ക് ഡെയിലി ട്രാൻസ്ഫർ ചെയ്ത് തുടങ്ങുക. ഇപ്പം കറന്റ് വരുമാനമൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാൻ പൈസ അല്ലെങ്കിൽ വായിച്ചു തുടങ്ങിക്കോളി. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് മെല്ലെ മെല്ലെ വരുമാനം വരാനുള്ള ഒരു വഴികൾ തുറക്കപ്പെടും. അപ്പൊ അതെപ്പോഴും ഒന്ന് മൈൻഡിൽ വെക്കുക. അപ്പൊ ഇതേപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് വലിയ വലിയ മാറ്റങ്ങൾ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എപ്പോഴും മൈൻഡിൽ വെക്കുക. അപ്പൊ സേവിങ്സ് എന്തിനാ ഉപയോഗിക്കേണ്ടത്? അല്ല സാർ, നമ്മൾ ഫിനാൻഷ്യൽ ഫ്രീഡം വെച്ച് നമ്മൾക്ക് നമ്മളുടെ ഒരു വലിയ ഗോളിലേക്ക് ഇപ്പൊ നമ്മളെ ഗോൾ സെറ്റിങ്ങിനെ പറ്റി പറഞ്ഞ സമയത്ത് സാർ ഇവിടെ ഉണ്ടായിരുന്നു. വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞ സമയത്ത് എനിക്ക് തോന്നുന്നു സാർ ഇവിടെ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പൊ ആ വിഷൻ ബോർഡിലുള്ള കാര്യങ്ങൾ വിഷൻ ബോർഡിലുള്ള കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ ആ പൈസ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതെ അതെ, ഇവിടെ നുസ്രത് മാം പറയുന്നുണ്ട്. അല്ല, അത് നമ്മളെ റീഡിങ്ങുമായിട്ട് എന്താണ് അതിന്റെ ബന്ധം? അത് ഞാൻ ആദ്യത്തിൽ പറഞ്ഞിരുന്നു സാർ. എന്താ സംഭവിച്ചാല് നമ്മൾക്ക് ഇപ്പൊ ഒരു റെക്കോർഡിംഗ് കിട്ടും ആയിക്കോട്ടെ. അല്ല, ഏതായാലും ഞാനൊന്നുകൂടെ പറയാം. നമ്മൾക്ക് ഏതൊരു ഹാബിറ്റ് ലൈഫിൽ ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അത് നമ്മൾ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ഉടനടി റിസൾട്ട് കിട്ടണം എന്നുള്ളൊരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും ഒരു പേജ് ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു 10 രൂപയോ 100 രൂപയോ സാറിന്റെ ബജറ്റ് എത്രയാണോ അതിനനുസരിച്ച് നമുക്ക് ചെറിയൊരു എമൗണ്ട് നമ്മളുടെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് ഡെയിലി ട്രാൻസ്ഫർ ചെയ്ത് തുടങ്ങാം. അപ്പം എത്രയാണോ ഓരോരുത്തരുടെ ബജറ്റ് അതിനനുസരിച്ച് 1 രൂപ ആയിക്കോട്ടെ, 10 രൂപ ആയിക്കോട്ടെ, 100 രൂപ ആയിക്കോട്ടെ, 1000 ആയിക്കോട്ടെ, ഓരോരുത്തരുടെ ബജറ്റ് അനുസരിച്ച് സേവിങ്സിലേക്ക് അങ്ങനെ ചെറിയ ചെറിയ എമൗണ്ടുകൾ ഇങ്ങനെ മാറ്റി വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ശീലം കുറച്ചും കൂടെ നമ്മൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കും ആ ഒരു പ്രോസസ്സ്. അപ്പൊ ഈ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അത് നമ്മളുടെ സേവിങ്സ് ലെവല് കൂട്ടും, അതേപോലെ നമ്മളുടെ അറിവുകൾ വർദ്ധിക്കും. അറിവുകൾ വർദ്ധിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് ആ അറിവുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ വരുമാനം സൃഷ്ടിച്ചെടുക്കാനും പറ്റും. ഈ ഒരു പ്രോസസ്സിനെ പറ്റി ഞാൻ ആദ്യം ക്ലാസ്സിൽ പറഞ്ഞിരുന്നു സാർ. ഇന്ന് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു. ആ കാര്യമാണ് സാർ പറഞ്ഞത്. ഓക്കെ ആണോ സാർ? കറക്റ്റ് ആയോ? ഓക്കെ സാർ, താങ്ക്സ്. അപ്പൊ ഇതേപോലെ ആർക്കെങ്കിലും ഇന്നത്തെ ടോപ്പിക് ഇന്ന് വലിയൊരു ടോപ്പിക് ഒന്നും അല്ല സംസാരിച്ചത്, എന്നാലും എന്തെങ്കിലും ഫീഡ്ബാക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണമെന്നോ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഒന്ന് പറയാൻ പറ്റുമോ? ഒരു ഫീഡ്ബാക്ക് ആരെങ്കിലും? ഫാസില പറഞ്ഞോളൂ. ഹലോ, ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇതിൽ കയറുന്നത്. വീഡിയോ മോഡിലൊക്കെ ഇരിക്കാൻ ഭയങ്കര മടിയൊക്കെയാണ്. പക്ഷെ പിന്നെ എനിക്കറിയില്ല മുഖം എനിക്ക് എനിക്കിങ്ങനെ തോന്നും വീഡിയോ ഓണാക്കിയിട്ട് ഇരിക്കാം. ആ ഒരു മെന്റാലിറ്റിയിലാണ്. ആദ്യം ഞാനൊന്നും വീഡിയോ മോഡിലൊന്നും വരില്ലൊന്നും ഇല്ലേനു. പിന്നെ ഇപ്പൊ നമ്മളെ റൂമിനേറ്റിന് ശേഷം ഭയങ്കരമായിട്ട് മാറ്റം വന്നു തുടങ്ങി. അൽഹംദുലില്ലാ. ഞാന് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് പുതിയ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞതിന്, പുതിയ ആൾക്കാരെ കാണാൻ കഴിഞ്ഞതിന്. നിങ്ങളെ ടോപ്പിക് പുതിയ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു പറഞ്ഞല്ലോ. എന്ത് പുതിയ കാര്യങ്ങൾ അറിയുന്ന കാര്യം? ഇതിപ്പോ ഈ പുതിയൊരു സേവിങ്സ് പറഞ്ഞല്ലോ, ഇങ്ങനെ സേവ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞല്ലോ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. നമ്മളിപ്പം പെട്ടെന്നൊരു മാറ്റം കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഓരോരുത്തർ വരുന്നത്. ഇപ്പൊ നമ്മളിപ്പോ കൺസിസ്റ്റന്റ് ആയിട്ട് ഇപ്പൊ ഒരു കാര്യം പറഞ്ഞല്ലോ, ഒരു 90 days ആണ് നമ്മളടുത്ത് പറഞ്ഞല്ലോ, ജിജി പറഞ്ഞല്ലോ. 90 days നമ്മൾ കൺസിസ്റ്റന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് സെറ്റ് ആവുന്നതാണ്. പിന്നെ അത് നമ്മൾക്ക് മാറ്റാൻ വേണ്ടിയിട്ട് കഴിയില്ല എന്നുള്ളതാണ്. അപ്പോ നമ്മള് ഇതിപ്പോ 90 days ഒന്നും ആർക്കും കംപ്ലീറ്റ് ഇപ്പൊ 2-3 ഇപ്പൊ നമ്മൾ ഒരു തുടക്കക്കാരെന്നുള്ള നിലക്ക് നമ്മൾ എന്തായാലും കുറച്ച് തുടങ്ങും, കുറച്ച് ചെയ്യും, ആ ഒരു ആവേശത്തിൽ ചെയ്യും.
പിന്നെ നമ്മൾ വിചാരിക്കും ഇതിപ്പോ നാളെ ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പം രാവിലത്തെ ഒരു മെഡിറ്റേഷൻ നമ്മൾ മിസ്സായി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇതിപ്പോ ഇന്ന് ഏതായാലും മിസ്സായില്ലേ, നാളെ ഫ്രഷ് ആയിട്ട് നാളെ തുടങ്ങാം, ആ ഒരു മൈൻഡ് വരും. ഇപ്പൊ നാളെ ഇന്നലെ ഏതായാലും മിസ്സായില്ലേ, ഇനിയിപ്പൊ ഇന്നും കൂടെ അല്ലേ, നാളെ തുടങ്ങും, ആ ഒരു മൈൻഡിൽ നമ്മൾ വരുമ്പോ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് വരാത്തപ്പോ നമ്മൾ വിചാരിക്കും നമുക്കൊന്നും റിസൾട്ട് ഒന്നും വരുന്നില്ല. പലരും പറയണ കേട്ടിട്ടുണ്ട്. ഇനിയിപ്പോ ഇങ്ങനെ ഞാനാണെങ്കിൽ ഇപ്പൊ ഞാൻ ചിന്തിക്കും ഇതുവരെ ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് വന്നില്ല, പക്ഷെ നമുക്ക് റിസൾട്ട് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാത്തതിനെ കൊണ്ട് മൈന്യൂട്ട് ആയിട്ടുള്ള നമ്മൾ വിചാരിച്ച വലിയ വലിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നെങ്കിലും ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ നമ്മളത് അറിയുന്നുണ്ടാവില്ല, അത് വേറെ ഏതെങ്കിലും വഴിയിലൂടെ നമ്മുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടാവും. അതിൽ പെട്ടതാണ് എന്റെ ഈ ടോക്കും കാര്യങ്ങളൊക്കെ കേട്ടോ. ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന ആളേ അല്ലായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയുള്ള കരച്ചിലൊക്കെ വരുന്ന ആളേനും. പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഇപ്പൊ ഒരാൾ ഫീഡ്ബാക്ക് പറയാൻ പറഞ്ഞാൽ ഞാൻ എന്റെ പഴയ ബസ്സിലാണെന്നുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കില്ല ഒരിക്കലും. ആ ഒരു ഫിയർ ബ്രേക്ക് ചെയ്ത് സംസാരിക്കാന്ന് പറഞ്ഞാൽ അത് ഈ ഒരു ടൂൾസും കാര്യങ്ങളും ചെയ്തതിനെ കൊണ്ട് കിട്ടിയതാണ്. പിന്നെ പറഞ്ഞാല് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ തുടങ്ങിയാൽ നിർത്താൻ കഴിയില്ല, അത് വേറെ കാര്യമാണ്. ഓരോ ടൂൾസ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം ഉണ്ടാവുമല്ലോ ഓരോ ടൂൾസിനെ കൊണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞ ഈ സേവിങ്ങും കൂട്ടും, അതൊക്കെ ഭയങ്കര ശരിയാണ്. സേവിങ്ങും കൂട്ടും, അറിവ് കൂടും. ഇപ്പൊ നമ്മള് ബുക്ക് വായിക്കുന്ന സമയത്ത് ആ ഒരു അറിവ് നമുക്ക് കിട്ടല്ലേ. അപ്പൊ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞത്. എനിക്ക് നിങ്ങളെ വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നാറുണ്ട്. പല വീഡിയോ നല്ല സത്യമായിട്ട് ഞാൻ ചില വീഡിയോസ് ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ വിചാരിക്കും ഇത് നമുക്കറിയാം, പക്ഷെ ഒരു രീതിക്ക് നമുക്ക് ആ ഒരു ഫ്ലോയില് കേൾക്കുമ്പം നമുക്ക് വേറൊരു ഇതിലല്ലേ കിട്ടുക. നമുക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടി വേറെ ആൾ പറഞ്ഞ് നമ്മളത് മനസ്സിലാക്കി എടുക്കുമ്പോൾ നമുക്ക് വേറെ രീതിയിൽ കിട്ടും. അപ്പം അതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയി. അപ്പൊ ആ വീഡിയോസ് നിങ്ങളെ വായനയും നിങ്ങൾ എത്തിക്കുന്ന രീതിയൊക്കെ ഞങ്ങൾക്ക് യൂസ്ഫുൾ ആയി കിട്ടുന്നുണ്ട്. അതും കൂടി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. പിന്നെ ഒക്കെ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഡെയിലി ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞല്ലോ. ഇൻഷാ അല്ലാഹ് ഓരോ ഹാബിറ്റ് തുടങ്ങണം. ഈ വർക്കൗട്ടിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ എന്നും വിചാരിക്കും ഇപ്പൊ ഇത് പറഞ്ഞ പോലെ തന്നെ എക്സർസൈസ് ചെയ്യണം എന്ന് വിചാരിക്കും. പക്ഷെ പിന്നെ വിചാരിക്കും വീട്ടിലേറെ പണിയൊക്കെ ഉണ്ടല്ലോ, അതൊരു എക്സർസൈസ് അല്ലേ വിചാരിച്ചങ്ങാണ്ട് തള്ളിവിടും. പക്ഷെ അതല്ല, ശരിക്കും നമുക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അൽഹംദുലില്ലാ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. എനിക്കിങ്ങനെ കുട്ടി ഭയങ്കരമായിട്ട് ഇതാക്കുന്നുണ്ട്, പക്ഷെ എന്നാലും എനിക്ക് ലീവ് ചെയ്തും പോവാൻ തോന്നുന്നില്ല. ഫീഡ്ബാക്ക് പറഞ്ഞിട്ട് പോവാന്ന് വെച്ചിട്ട്. താങ്ക് യു സോ മച്ച്. അൽഹംദുലില്ലാ. താങ്ക് യു വാസില, താങ്ക് യു. അത് എല്ലാ ആഴ്ചയും വരണോട്ടെ നിങ്ങള്. പിന്നെ അത് പറഞ്ഞപ്പോ എന്നോട് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മളെ യുണീക്നെസ് അത് പറയാനും കൂടിയാണല്ലോ ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ളത്. യുണീക്നെസ് ഫെസ്റ്റ് വരുന്നുണ്ട് അടുത്ത ഡിസംബർ 15 ആണ്. അപ്പം എല്ലാവരും ജോയിൻ ചെയ്യുക. ഓരോരുത്തരുടെയും കഴിവുകൾ മനസ്സിലാക്കാനും അതേപോലെ ഓരോരുത്തരുടെയും ബെസ്റ്റ് സെൽഫായിട്ട് മാറാനുള്ള കുറെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. പിന്നെ നമ്മളുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്നത് നൂർ ജലീലാണ് കേട്ടോ. നൂർ ജലീൽ ഉണ്ടല്ലോ നമ്മുടെ ആർട്ടിസ്റ്റ്, അവര് വരുന്നുണ്ട് ചീഫ് ഗസ്റ്റ് ആയിട്ട്. പിന്നെ ഒരുപാട് വേറെയും ട്രെയിനേഴ്സ്. എവിടുന്നാ പരിപാടി? സാർ അത് കോഴിക്കോട് കോഴിക്കോട് സീഷൽ ഹോട്ടൽ, ഡിസംബർ 15 ഇൻഷാ അല്ലാഹ്. ഇതേപോലെ വേറെ ആർക്കെങ്കിലും ഞാൻ ലീവ് ചെയ്യുന്നുണ്ട്. ഓക്കെ വാസില, താങ്ക് യു സോ മച്ച്. അടുത്ത ആഴ്ച വരാം കേട്ടോ. ഹലോ, നുസ്രത്താണ്. നുസ്രത്ത്, ഞാൻ പറഞ്ഞോളൂ. ഞാൻ ആദ്യം തന്നെ ദൈവത്തിന് സ്തുതി പറയാണ്. അൽഹംദുലില്ലാ. പിന്നെ ഞങ്ങൾക്ക് നന്ദി, എല്ലാവർക്കും നന്ദി. താങ്ക് യു വെരി മച്ച്. പിന്നെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ വളരെ റെയർ ആയിട്ടുള്ള ആളുകൾ മാത്രമേ സ്വന്തം എന്ത് ചെയ്യുന്നു, ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന കാര്യം എല്ലാവരും പറഞ്ഞു തരലില്ല. എനിക്ക് കുറച്ച് ഗുരുക്കന്മാരുണ്ട്, നിങ്ങളടക്കം ഒരു 4 ഗുരുക്കന്മാരുണ്ട്. പിന്നെ നിങ്ങളും പിന്നെ അത് ഇങ്ങനെ പറഞ്ഞത് ഭയങ്കര നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ശരിക്കും അറിയും. അപ്പൊ ഞാൻ എന്റെ 10 വയസ്സ് വരെ സ്റ്റെപ്പ് മദറിന്റെ കൂടെ, അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ ലൈഫിൽ എങ്ങനെ ചിന്തിക്കണം, എന്ത് ചെയ്യണം, അങ്ങനെ ഒരു ഐഡിയ ഇല്ലാത്ത ആളാണ്. പിന്നെ എന്റെ മൂത്തത് 5 പേരുണ്ട്, അവരാരും തോട്ടൊന്നും ഷെയർ ചെയ്യാത്തതിനുണ്ട്. നിങ്ങളിങ്ങനെ തോട്ട്സ് ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആണത്. എന്താ പറയാ, ജീവിതത്തിൽ ഒരു അപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ആവുന്നുണ്ട്. ചെയ്യാൻ പറ്റും, അതൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെയാണ് എന്ന കാര്യം ഭയങ്കരമായിട്ട് അത് ഭയങ്കര യൂസ്ഫുൾ ആണത്. അത്
സാർക്ക് പറഞ്ഞാല് മനസ്സിലാവും എനിക്കറിയില്ല. കാരണം ഇത് ഇങ്ങനെ ഒരു ടോക്ക് കിട്ടാത്തവർക്ക് അത് ഭയങ്കര ഒരു സംഭവമാണ്. അത്ര നന്ദി അറിയിക്കാണ്. പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം വെച്ചാല് അത് ഞാൻ അപ്ലിക്കേഷൻ ലെവലിൽ ആരെ എടുക്കാൻ വേണ്ടിയിട്ട് പറയാണ്. അല്ലാണ്ട് ഞാൻ വലിയൊരാളാ ആ ഒരു രീതിയിൽ പറയല്ല. ഞാൻ എന്നും കണ്ണ് തുറന്ന പാടിനെ ഞാന് പടിഞ്ഞാറോട്ട് തിരിഞ്ഞിട്ട് ഒരു സുജൂദ് ചെയ്യും, എന്നെ അന്ന് ഉണർത്തിയതിന്. അത് എന്ന് തുടങ്ങിയതാണെന്നൊന്നും എനിക്കറിയില്ല, എനിക്ക് കുറെ വർഷങ്ങളായിട്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഒരു യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ ലൈഫിൽ നമ്മളെ ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് പണം മാത്രമല്ല നമുക്ക് സമാധാനം കൊണ്ടുവരുന്നു. എനിക്ക് നമുക്ക് മനസ്സിനൊരു ധൈര്യം, ഒരു എന്ത് പ്രതിസന്ധി വന്നാലും പിടിച്ചു നിൽക്കാനുള്ള ഒരു ഇത് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഭയങ്കരമായിട്ട് കൊണ്ടുവരും. പിന്നെ അതിന്റെ ഇടയിൽ ഞാൻ ഇതേമാതിരി ഉണർത്തിയതിന് ഞാൻ ഒരു ചിലപ്പോൾ തോന്നുന്ന രീതി ഒരു പാക്കുണ്ട്, ഒരു എന്താ പറയുക, ഒരു കുപ്പിയുണ്ട്, പ്ലാസ്റ്റിക്കിന്റെ ഒരു ബോട്ടിലുണ്ട്, അതിലിട്ടേക്കും. അപ്പൊ അങ്ങനെയൊക്കെ ആർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യുക. ഞാൻ ജസ്റ്റ് സാറ് ചെയ്യണമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചെയ്യുന്ന പറഞ്ഞ ആർക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ചിലപ്പോൾ ജീവിതത്തിൽ അതൊക്കെ മാറ്റം വരുത്താൻ സഹായിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് മാം. അതിന്റെ ഇടയിൽ ചെറിയൊരു സ്റ്റക്ക് വന്നു, ചെറിയൊരു ഭാഗം കേട്ടിട്ടില്ല, അതാ ഞാനിങ്ങനെ ഇവിടുത്തെ പ്രശ്നമാണോ നോക്കിയത് കേട്ടോ. എന്തായാലും താങ്ക് യു മാം, താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ്. മാം ചെന്നൈയിലല്ലേ ഉള്ളത് പോലെ? ആ, ചെന്നൈയിലുള്ള. ഓക്കെ മാം, താങ്ക് യു സോ മച്ച്. ഏത് ഭാഗം കേൾക്കാത്ത? അല്ലല്ല മാം, ഏതോ ഒരു പാർട്ട് ഇങ്ങനെ പല കുഴപ്പമില്ല, ഓൾമോസ്റ്റ് കണക്ട് ആയിട്ടുണ്ട്. എന്താ പറഞ്ഞത്, ചെറിയൊരു ഭാഗം കട്ടായി പോയിട്ടുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അൽഹംദുലില്ലാ, ഉള്ളിലുള്ള കുറെ ചോദ്യങ്ങൾ ഉത്തരം ഇന്നത്തെ സാറിന്റെ ക്ലാസ്. അൽഹംദുലില്ലാ, വളരെയധികം അസ്സലാമു അലൈക്കും. താങ്ക് യു സോ മച്ച്. ഷമീല മാം ഷാർജയിലാണുള്ളത്. റഷീദ് സാർ പറഞ്ഞോളൂ. ഞാൻ ചാരിറ്റിൻ്റെത് ഞാൻ പിന്നെ ഡെയിലി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്നുള്ള നിലയ്ക്ക് പിന്നെ ചാരിറ്റിയും നമ്മൾ ഡെയിലി ചെയ്യാനുള്ളതായിട്ട് എഴുതി വെക്കുന്ന ഒരു പരിപാടി ഞാൻ കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലും പൈസ ആണോ അല്ലെങ്കിൽ ഭക്ഷണമായിട്ടാണോ എന്തെങ്കിലും ഒരു ചെറുത് ഡെയിലി ആ ചാരിറ്റിയിൽ ഒന്ന് ടിക്ക് ചെയ്യാൻ പറ്റണം ഡെയിലി എന്നുള്ള ഒരു 2 ആഴ്ച ആയിട്ടുള്ളൂ തുടങ്ങിയിട്ട്. കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് നല്ലൊരു ആ ഒരു നമുക്ക് ആ ആറ്റിറ്റ്യൂഡും മെന്റാലിറ്റി കൂടുതലായി വരുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പോ നേരമൊക്കെ ആകുമ്പോ ഒന്നും ചെയ്തിട്ടില്ല, എന്തെങ്കിലും ഒന്നും ചെയ്യണം, അങ്ങനെയുള്ള ഒരു ചിന്ത. ഇനിയിപ്പം പിന്നെ അതും പൈസയും സാധനം മാത്രമല്ല, മറ്റു ഹെൽപ്പുകൾ കാര്യങ്ങളൊക്കെ ചെയ്യാം, നമുക്ക് ഗൈഡൻസ് കൊടുക്കാം, പിന്നെ അതുപോലെ പല പല രീതിയിലും സഹായിക്കാമല്ലോ. എല്ലാം നമുക്ക് അതിന് ഉൾപ്പെടുത്താം. ആ മറ്റു കാര്യങ്ങൾ ചാരിറ്റിയോട് അനുബന്ധിച്ചിട്ട് അത്തരം കാര്യങ്ങൾ കൂടെ നമുക്ക് മനസ്സിൽ വന്നുകൊണ്ടിരിക്കും, മറ്റു ഹെൽപ്പുകൾ ചെയ്യാനും എന്ന് തോന്നുന്നു. പിന്നെ സാർ വേറൊരു കാര്യം കൂടെ സാർ, ഇപ്പം ചാരിറ്റി ചെയ്യാൻ ആരെയും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്റെ അക്കൗണ്ട് നമ്പർ അയച്ചുതരാം, അതിലേക്ക് അയച്ചോളൂ. അതെ, ഇപ്പൊ അല്ലെങ്കിലും ഇതിലൊക്കെ എപ്പോഴും ഇങ്ങനെ റിക്വസ്റ്റുകൾ വന്നുകൊണ്ടേ ഇരിക്കില്ല, അതിലേക്ക് കൊടുക്കാം, നമുക്ക് എന്ത് കൊടുക്കാം. പല റിക്വസ്റ്റുകൾ വന്നപ്പോ ഗൂഗിൾ പേ നമ്പർ ഒക്കെ ഉണ്ടാവും. അപ്പൊ സാർ ഗൂഗിൾ പേ നമ്പർ അയച്ചോളൂ, നമുക്ക് നോക്കാം. സാർ ശരിക്കും ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ശരിക്കും നമ്മൾ കഴിഞ്ഞ ദിവസം അൺകണ്ടീഷണൽ ലവ് പറഞ്ഞിരുന്നല്ലോ. അതിൽ ശരിക്കും നമുക്ക് ഇപ്പം ചില ആളുകൾക്ക് ഇപ്പൊ പണം കൊണ്ട് സഹായിക്കാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ ഒരു ചിരി കൊണ്ടെങ്കിലും, ഇപ്പം ഒരു സ്മൈൽ ഈസ് ഓൾസോ എ ചാരിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഒരാളെ സന്തോഷിപ്പിക്കാനെങ്കിലും. അപ്പൊ ശരിക്കും പണം കൊണ്ട് നമുക്ക് എന്ത് ഡെയിലി നമുക്ക് ഡെയിലി എന്ത് മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ചിന്ത നമുക്ക് ഇങ്ങനെ ഡെവലപ്പ് ആണുള്ള ഒരു സംഭവമാണ് അത് തോന്നുന്നു. ഈ ചാരിറ്റിയെ നമ്മൾ നിർബന്ധമാക്കാം. ഭയങ്കര നമ്മൾക്ക് തന്നെ ഒരു ഫുൾഫിൽമെന്റ് ഫീൽ ചെയ്യും. നമ്മളും ജീവിക്കുന്നതിൽ ഒരു കാരണമുണ്ട്, മറ്റുള്ള ആളുകളുടെ ജീവിതത്തിലും ചെറിയ ചെറിയ സന്തോഷങ്ങൾ കൊടുക്കാൻ പറ്റുന്നുണ്ട്. കാരണം നമ്മൾക്ക് ആ വരുമാനം ഉണ്ടാക്കിയാലല്ലേ, കാരണം നമ്മൾക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു ഊർജം കൂടുതൽ കിട്ടും. കാരണം നമ്മൾ ഇത്രയും മറ്റുള്ള മനുഷ്യന്മാർക്കും എത്തിപ്പെടാനും
ഒരു കുടുംബത്തിനൊക്കെ ഒരു വിദ്യാഭ്യാസം കൊടുക്കാനൊക്കെ പറ്റിക്കഴിഞ്ഞാൽ, ജോലി നേടിക്കൊടുക്കാനൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ കാരണം അത് പടച്ചോന്റെ അടുത്ത് ഭയങ്കര കൂലിയുള്ള കാര്യമാണ്. മറ്റുള്ള മനുഷ്യന്മാരുടെ മനസ്സിൽ സന്തോഷവും സമാധാനവും നമ്മളെ കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര കനം ഉണ്ടാകുന്ന സംഭവം നമ്മളെ തൂക്കുമ്പോഴേ. തീർച്ചയായും. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. അടുത്തത് ഷമീല മാം, എന്തെങ്കിലും ആഡ് ചെയ്യാണ്ടോ? ഞാനൊരു സംശയം ചോദിക്കട്ടെ. കുഴപ്പിക്കരുതേ. ഞാൻ എപ്പം പ്രാർത്ഥിക്കുകയാണെങ്കിലും എനിക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ എന്റെ മൈൻഡിനെ അനുവദിക്കൂല. അത് സെൽഫ് ലവ് ഇല്ലാഞ്ഞിട്ടാണോ? അല്ല മാം, ഒരിക്കലും അല്ല. അത് ശരിക്കുണ്ടല്ലോ, മാമിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിലും മറ്റുള്ള മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാണ്ടല്ലോ, ആ ആൾക്ക് പ്രാർത്ഥിക്കുന്നതിന്റെ ഡബിള് മാമിന് തന്നെ കിട്ടും. മാമിന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമല്ല. അത് മറ്റുള്ള മലക്കുകളും മറ്റുള്ള സംഭവങ്ങളും ചെയ്തോളും. അത്രത്തോളം മറ്റുള്ള മനുഷ്യന്മാർക്ക് നമ്മള് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാല് അത് ഈ ദുനിയാവിൽ ഇപ്പൊ ഏറ്റവും കുറവുള്ള ഒരു കാര്യമാണ്. മറ്റുള്ള മനുഷ്യന്മാരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും അവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥനകൾ ചെയ്യാൻ വളരെ ചുരുക്കം ആൾക്കാരെ റെഡി ഉള്ളൂ. അപ്പൊ അത് ഭയങ്കര നല്ലൊരു മനസ്സുകൊണ്ടാണ് അത് ചെയ്യുന്നത്. മെല്ലെ മെല്ലെ മാമ് മറ്റുള്ള മനുഷ്യന്മാർക്ക് പ്രാർത്ഥിക്കുന്നതിന്റെ കൂടെ മാമിന്റെ കാര്യങ്ങളും പറയാം. അത് പറഞ്ഞിട്ടില്ലെങ്കിലും ഓട്ടോമാറ്റിക്കലി നടന്നോളും എന്നാണ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് പറയുമ്പോ കോംപ്ലക്സ് വരും. ഞാൻ ഇപ്പോ 2-3 പ്രാവശ്യമായിട്ട് ജീവിതത്തിലാകെ എനിക്ക് വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊക്കെ എനിക്ക് വേണ്ട. ഞാൻ ഇപ്പൊ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന എന്ന് പറയുമ്പോ ഞാൻ ഖിയാമത്ത് നാൾ വരെ ജീവിക്കാനുള്ള മനുഷ്യന്മാരും കാണും. അതിൽ ആഖിറത്തി ഹസന എന്ന് പറയുമ്പോൾ ഖിയാമത്ത് നാൾ വരെ മരിക്കാനുള്ള ആളുകളെയും കണ്ടിട്ടാണ് പറയുക. അത് നേരെ മറിച്ച് അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എനിക്കും വേണ്ടിയിട്ട് എന്റെ മൈൻഡിൽ എന്റെ ആത്മാവിലേക്ക് നോക്കിയിട്ട് പറയുമ്പോൾ എനിക്ക് ഭയങ്കര കോംപ്ലക്സ് വരും. ഞാൻ എന്തിനാ അങ്ങനെ പറയണം എന്നുള്ള രീതിയിൽ. അപ്പൊ എനിക്ക് ഡൗട്ട് ആവും, ഞാൻ എന്താ സെൽഫ് ലവ് ഇല്ലാത്ത ആളാണ്? അല്ല, അങ്ങനെ കോംപ്ലക്സ് വരാൻ പാടില്ല കേട്ടോ. നമ്മളെ കാര്യങ്ങൾ നമ്മൾ തന്നെ പ്രാർത്ഥിക്കണം. കാരണം പ്രാർത്ഥനകൾക്ക് നമ്മളെ കതറ് വരെ മാറ്റാൻ, നമ്മളെ എന്താ പറയാ, നിങ്ങൾ പറയുന്ന വിധി വിധികൾ വരെ മാറ്റാൻ പറ്റുന്ന ഒരു സംഭവമാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞത്. കാരണം ഇപ്പം നമ്മളിപ്പോ സ്പിരിച്വൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ശരിക്കും പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസ് എവിടെ വെച്ചാല് എല്ലാ കാര്യങ്ങളും നമ്മുടെ സൃഷ്ടാവ് അല്ലെ ക്രിയേറ്റർ വിചാരിക്കുന്ന രീതിയിൽ, നമ്മളെ പഠിച്ചവൻ വിചാരിക്കുന്ന രീതിയിൽ തന്നെയാണ് നടക്കുന്നത്. അപ്പൊ ശരിയാണ്. പക്ഷെ എന്താ അറിയോ, എല്ലാ തീരുമാനങ്ങളും പടച്ചോനല്ല നമ്മളെ കൊണ്ട് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം സ്വർഗവും നരകത്തിന്റെ ആവശ്യമില്ലല്ലോ. നമ്മൾക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഓപ്ഷൻ ഉള്ളത് കൊണ്ടാണ് സ്വർഗവും നരകവും അവിടെ ഉള്ളത്. അപ്പം പല സാഹചര്യങ്ങൾക്കും നമ്മൾക്ക് ഡിസിഷൻസ് എടുക്കാൻ തീരുമാനങ്ങൾ ഉള്ളത് കൊണ്ട്, അതേപോലെ തന്നെ നമ്മളുടെ കാര്യങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നത് കൊണ്ടാണ് പ്രാർത്ഥന സംഭവം അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിക്കാനും നമ്മളെ പ്രശ്നങ്ങളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ പ്രാർത്ഥിക്കേണ്ടത് നമ്മളൊരു ആവശ്യം തന്നെയാണ്. മറ്റുള്ള മനുഷ്യന്മാർക്ക് പ്രാർത്ഥിക്കുന്നതിന് കൂടെ നമ്മൾക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ടല്ല ഈ നിസ്കാരം അല്ലെ അതേപോലെയുള്ള മറ്റു കർമ്മങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഒരു ഇബാദത്തും കൂടെ ആണല്ലോ. അപ്പൊ അതൊരിക്കലും നമ്മൾക്ക് വേണ്ടും കൂടെ ചെയ്യണം എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നല്ലോ. താങ്ക് യു മാം. അടുത്തത് ഷമീല മാം, എന്തെങ്കിലും ആഡ് ചെയ്യാണ്ടോ? ആഡ് ചെയ്യാനൊന്നുമില്ല. സാറിന്റെ ക്ലാസ് എന്നത്തെയും പോലെ അടിപൊളി ക്ലാസ്. താങ്ക് യു സോ മച്ച്. ഇത് തന്നെയാണ് എനിക്ക് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ തരുന്ന ഒരു കാര്യം, സാറിന്റെ ക്ലാസ്സിൽ ലൈവായിട്ട് ഇരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. എനിക്ക് പിന്നെ എന്താ പറയാ, ഒരു കാര്യം കണക്ട് ആയി വന്നത് സാറ് പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞപ്പോ, ലൈക്ക് നമ്മളെ സൂറത്തുൽ ഫാത്തിഹ എടുത്ത് നോക്കിയാൽ തന്നെ അതില് ഏറ്റവും ലാസ്റ്റ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മളെ നല്ല മാർഗത്തിലേക്ക് നയിക്കണേ, ചീത്ത മാർഗത്തിൽ നിന്ന് വിടണേ. അത് തുടങ്ങുന്നത് എന്താ പറയാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വെച്ചിട്ടാണ്. ആദ്യം നന്ദി പറഞ്ഞിട്ട് പിന്നെ അള്ളാനെ പുകഴ്ത്തിയിട്ട്. അപ്പോ എനിക്ക് അതാണ് സാറ് പ്രാർത്ഥനയെ കുറിച്ച് ആദ്യം നമ്മൾ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ എന്താ പറയാ നമ്മുടെ കാര്യങ്ങൾ പറയണം എന്ന് പറഞ്ഞപ്പോ എനിക്ക് അതിനോടാണ് ഞാൻ കണക്ട് ആക്കിയത്. അപ്പൊ അത് ജസ്റ്റ് ആ തോട്ട് ഇവിടെ ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ സത്യം പറഞ്ഞാൽ മാം ഇപ്പൊ പറഞ്ഞപ്പോഴായിരിക്കും പല ആൾക്കാരും, എല്ലാരും അല്ല കേട്ടോ, ചില ആൾക്കാർക്ക് ഫാത്തിഹന്റെ ഒക്കെ അർത്ഥമൊക്കെ അറിയും, ഫുള്ള് നിസ്കാരത്തിന്റെ അർത്ഥമൊക്കെ അറിഞ്ഞു ചെയ്യുന്നവരുണ്ടാവും. ചില ആൾക്കാർ ഇപ്പം നിസ്കരിക്കുകയാണെങ്കിലും ഇപ്പോ നമ്മളിപ്പോ ഇവിടെ ഒരു സ്പിരിച്വൽ അല്ലെങ്കിൽ ദീനപരമായിട്ടുള്ള ക്ലാസ് ഒന്നും അല്ല, പക്ഷെ എന്നാലും ഇങ്ങനെ പറഞ്ഞു പോകും.
കണക്ഷൻ വന്നപ്പോ ഞാൻ പറഞ്ഞു. നമ്മൾ അർത്ഥം അറിഞ്ഞുകൊണ്ട് ഒരു ഫാത്തിഹ ഓതുകയാണ്ടല്ലോ, നമ്മൾ ശരിക്ക് ഒരു ഇമാമോട് കൂടിയിട്ട് നിസ്കരിക്കും, നമ്മൾ മാമുമായിട്ട് നിസ്കരിക്കും. യഹ്ദിന സുറാത്തൽ മുസ്തഖീം ഇങ്ങനെ പറയുമ്പോണ്ടല്ലോ, ഇങ്ങനെ ഇടിക്കാൻ തുടങ്ങും, ഒരു പടച്ചിൽ ഇങ്ങനെ വരും, നേർമാർഗത്തിലാക്കി തരണമേ പടച്ചോണേ എന്ന് പറയുമ്പോണ്ടല്ലോ. അല്ലാണ്ടാണെങ്കിൽ നമ്മളങ്ങനെ ഒരു ഫ്ലോയിൽ അങ്ങനെ വേറെന്തൊക്കെയോ പ്രശ്നങ്ങളായിരിക്കും. അങ്ങനെ മക്കൾ എവിടെ ഉണ്ടാവുക, അല്ലെങ്കിൽ ബിസിനസ് എവിടെ എത്തി, കടങ്ങൾ അങ്ങനെ വീട്ടും, കുടുംബ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യും വിചാരിച്ചിട്ടാണ് നിസ്കരിക്കേണ്ട. ആരെ മുന്നിലാ നിൽക്കണമെന്ന് ഓർത്താ മതി. അങ്ങനെ നമ്മളെ ഈ 800 കോടി മനുഷ്യന്മാരിൽ ഒരു മനുഷ്യനാ നമ്മളെ പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ 800 കോടി മനുഷ്യന്മാര് കഴിഞ്ഞിട്ട് ഭൂമിന്റെ പുറത്തുള്ള, ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം റൂമിനേറ്റിന് പോയ സമയത്ത് ഒരു കാര്യം എന്താ മനസ്സിലായെന്നറിയോ? ഈ ജൂപ്പിറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാനറ്റ് ഉണ്ടല്ലോ, ഒരു ഉപഗ്രഹം. ആ ജൂപ്പിറ്ററിന് വലുപ്പം എത്രയാന്ന് വെച്ചാലേ 680 ഭൂമിനെ ഉൾക്കൊള്ളാൻ മാത്രം വലുതാണ് ഒരു ജൂപ്പിറ്റർ. അപ്പോ ഭൂമി കഴിഞ്ഞ് വേറെ ഒറ്റൊരു പ്ലാനറ്റ് ആണ് ജൂപ്പിറ്റർ. ആ ജൂപ്പിറ്ററിന്റെ പുറത്തേക്ക് ഭൂമി ഉണ്ടല്ലോ, ഈ സൂര്യൻ ഉണ്ടല്ലോ, സൂര്യന്റെ ഉള്ളില് 12,52,000 എങ്ങാനും ഭൂമികൾ കൊള്ളും. അത്രയും വലുതാ സൂര്യൻ. അപ്പൊ ഇതേപോലെ ഒരു സൂര്യൻ അല്ല ഈ യൂണിവേഴ്സിലുള്ളത്, ഒരു ഗാലക്സി അല്ല, ഒരു മിൽക്കി വേ തുടങ്ങിയിട്ട് അങ്ങനെ ഒരു യൂണിവേഴ്സിൽ ഒരുപാട് മിൽക്കി വേകളും മറ്റു പ്ലാനറ്റുകളും ഉണ്ട്. അപ്പൊ ഇത്രയും സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ട് നടക്കുന്ന പടച്ചോന്റെ മുന്നിൽ നിന്നിട്ടാണ് നമ്മൾ എന്ത് കളിക്കുന്നത്? നിസ്കാരത്തിൽ വേറെന്തോ ഇങ്ങനെ ചിന്തിച്ച് നിസ്കരിക്കുന്നത്. ഇങ്ങനെ ആരെ മുന്നിലാണ് നിൽക്കുന്നത് നമുക്കൊന്ന് ഓർമ്മ വന്നാല് നമുക്ക് ഏറ്റവും നമുക്ക് തന്നെ അൽഹംദുലില്ലാ എന്നൊക്കെ പറയുമ്പോ ഇത്രയും മനുഷ്യർക്ക് സൃഷ്ടിച്ച് പരിപാലിച്ച് നമ്മളെ കാര്യങ്ങൾ നോക്കുന്നുണ്ടല്ലോ അതിന്റെ ഇടയിൽ കൂടെ. നമ്മൾ ശ്വസിക്കുന്നത് തൊട്ടിട്ട് ഭക്ഷണം തുടങ്ങിയിട്ട് നമ്മളെ കുടുംബം തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും, ജോലി കാര്യങ്ങളും ഒക്കെ നോക്കി കൊണ്ടെടുക്കണില്ലേ? ശരിക്കും നമ്മൾ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അത്രയും ഡീപ്പർ കണക്ഷൻ പോകുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞല്ലോ. ഏതായാലും താങ്ക് യു മാം, താങ്ക് യു ഫോർ ആഡിങ് അപ്പ്. ബീന മാം എന്തെങ്കിലും ആഡ് ചെയ്യാം? മാം സാർ പറഞ്ഞോളൂ. റഷീദ് ഉസ്മാൻ. പറഞ്ഞോളൂ സാർ. പിന്നെ പ്രാർത്ഥനയെ പറ്റിയിട്ട് ഒരു ചെറിയ 2 വാക്ക് പറയാൻ വിചാരിച്ചു. അതായത് ഇപ്പൊ ഒരു പ്രാർത്ഥിക്കേണ്ടതുണ്ടോ എന്നുള്ള ഒരു സംശയത്തില് അതിലൊരു കോംപ്ലക്സ് വന്നു എന്നാണ് ആ കുട്ടി പറഞ്ഞിരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മളുടെ മുഴുവൻ പ്രവർത്തികളും പ്രാർത്ഥനയാണ്. അതായത് അദ്വാഉൽ ഇബാദത്ത് കുല്ലുഹ എന്നാണ്. നമ്മളുടെ മുഴുവൻ ഇബാദത്തുകളും പ്രാർത്ഥനയാണ്. അതിന്റെ ഉള്ളിൽ ഒരു പ്രാർത്ഥനയുണ്ട്. നമ്മൾ ചോദിച്ചാലും ഇല്ലെങ്കിലും, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് എല്ലാം നമ്മൾ അതിന്റെ ഉള്ളിലെല്ലാം നമ്മൾ മോക്ഷത്തിനുള്ള ഒരു തേറ്റം അതിന്റെ ഉള്ളിലുണ്ട്. എല്ലാം ദുആ ആണ് എന്നാണ് അതിന്റെ കോൺസെപ്റ്റ്. നമ്മളെ ഓരോ നിമിഷാർദ്ധത്തിലും പടച്ചവനോട് ഡിപ്പെൻഡന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ആ ഡിപ്പെൻഡൻസി നമുക്ക് തുടർന്ന് കിട്ടിക്കൊണ്ടേ ഇരിക്കണം എന്നുള്ള പ്രാർത്ഥന നമുക്ക് എല്ലാ സമയത്തും ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഇത് നമ്മൾ എത്ര ഇതായാലും ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് നമുക്ക് നിർബന്ധമാക്കിയത് അവസാനം വരെ. ഓക്കെ സർ, താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു ഫോർ ആഡിങ്. വേറെ ആരെങ്കിലും? നിത ഉണ്ടല്ലോ ഇവിടെ. ഇത് നമ്മളെ JCI നിതാണോ? നിത കേട്ടി ചെറുതായിട്ട് ഇവിടെ ഉണ്ടല്ലേ. നമ്മളൊരു യങ് പബ്ലിക് സ്പീക്കർ അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്കർ ഒക്കെ ആണ് കേട്ടോ. ഒരാള് 9ാം ക്ലാസ്സിലോ +1 ഞങ്ങൾ പഠിക്കുന്നത്. +1 ഒക്കെ എത്തി, കണ്ടാത്തൊന്നുമില്ലെന്നേ ഉള്ളൂ. നിങ്ങൾ ഫുള്ള് ഉണ്ടായിരുന്നോ ക്ലാസ്സിന്? ഇല്ല, കുറച്ച് ലേറ്റ് ആയി. എനിക്ക് ഇന്ന് കോമ്പറ്റീഷൻ ഡിസ്ട്രിക്ട് ലെവൽ നടക്കുന്നുണ്ടല്ലോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വന്ന സമയത്ത് ഒരു 8:55 ഒക്കെ ആയിട്ട് കയറിയപ്പോ ക്ലാസ് ഒന്നും കിട്ടിയില്ല. ഫീഡ്ബാക്ക് കിട്ടിയപ്പോ ഏകദേശം ക്ലാസ്സിന്റെ ഒരു പോക്ക് മനസ്സിലായി. ഏതായാലും ജോയിൻ ചെയ്തതിൽ താങ്ക് യു സോ മച്ച്. അടുത്ത പ്രാവശ്യം നേരത്തെ വരി. അടുത്തത് ബീന മാം, എന്തെങ്കിലും പറയാനുണ്ടോ? ബീന മാം എന്റെ ഫോണ് ചാർജ് മാം ഓക്കെ അവിടെ ഉണ്ടല്ലേ. ഓക്കെ. അപ്പം എന്താണ് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാറുണ്ട്, പക്ഷെ ഇഷ്ടമുള്ള ആളെ പറ്റിയുള്ള പോസിറ്റീവ് എഴുതിയിട്ടില്ല ഇതുവരെ. ഇദ്ദേഹത്തിന് എഴുതാൻ തുടങ്ങി. അത് മാം ഒന്ന് എഴുതി നോക്കി, മാമിന് മനസ്സിലാവും എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടാവുന്നു. കാരണം 40 കൊല്ലം നാളെ വെഡിങ് ആനിവേഴ്സറിയാ. 40 വർഷം
40 വർഷമായില്ലേ കല്യാണം കഴിച്ചിട്ട്? മാഷാഅല്ലാ. 1985 40th. സൗണ്ട് ഇല്ല എനിക്ക്. ഞാനൊക്കെ ജനിക്കുന്നതിന് 10 കൊല്ലം മുന്നേ. ഞാന് 1995. അപ്പൊ എല്ലാ കൊറേ എഴുതാണ്ടാവും. അതന്നെ 40 വർഷത്തൊക്കെ എഴുതിയാലേ മാം ഒരു 10 വെച്ച് എഴുതിയാൽ തന്നെ ഒരുപാട് എഴുതാണ്ടോ, ഒരുപാട് കാലങ്ങളോളം എഴുതാണ്ടോ. പുസ്തകമൊക്കെ ഇറക്കാൻ പറ്റൂ അല്ലേ? അതെ 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 അതെ. അല്ല നാളെ തുടങ്ങാന്ന് വിചാരിച്ചു എഴുതാനും. ഇങ്ങനെ ഓരോ ജേർണലിംഗ് ത്രൂ ഒക്കെ ആണ് ഓരോരുത്തരുടെ പുസ്തകങ്ങളൊക്കെ ഉണ്ടാക്കാറ്. ഇങ്ങനെ ഓരോ മനുഷ്യന്മാരുടെ. അതെ, ഷമീല മാമും പറയല്ലോ. ഞാനിപ്പോ സാർ ഇന്ന് ക്ലാസ് പറഞ്ഞ ഉടനെ തന്നെ ഞാൻ ഹാപ്പിനെസ് പ്രൊജക്ട് വിത്ത് എന്നിട്ട് എഴുതി. അപ്പൊ എഴുതാൻ വേണ്ടിട്ട് വെച്ചു. അങ്ങനെ ഞാൻ ഒന്ന് എഴുതിയപ്പോ ഞാൻ വിചാരിച്ചു അലജന്നം കിട്ടുമായിരിക്കുന്നു. പക്ഷെ ഇപ്പോഴേക്കെന്നെ ഒരു 19 20ാമത്തെ എഴുതാൻ പോവാ. ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത്ര അധികം ഉണ്ടാവും എന്നുള്ളത്. അതെ അതെ, അത് സാർ ഏതി മുന്നോട്ട് പോയാണ്ടല്ലോ സാറ് എല്ലാ സമയത്തും സാറിന്റെ ഫോക്കസ് വൈഫിന്റെ നല്ലതിലേക്കായി മാറും. ഇങ്ങനെ പ്രശ്നങ്ങളിലേക്ക് ഫോക്കസ് പോകൂല. അത് മൈൻഡ് പ്രോഗ്രാമായി മാറും. എങ്ങനെ നന്മയിലേക്ക് നോക്കണം. അത് നമ്മളുടെ മൈൻഡ് അതിലേക്ക് അത് ഒരു ഹാബിറ്റ് ആയിട്ട് മാറും. നമ്മൾ അറിയാതെ അങ്ങ് ചെയ്തു പോകും. നല്ലൊരു ടൂളാണ്. അതെ അതെ. നമ്മള് അൺകണ്ടീഷണൽ ലവിന്റെ സമയത്ത് റഷീദ് സാർ ഇല്ലേനോ? എനിക്ക് തോന്നുന്നു അന്ന് റഷീദ് സാർ ഇല്ലായിരുന്നു തോന്നുന്നു. അന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ റഷീദ് സാറിന്റെ ഒരു ഡിക്ഷണറി ആയിട്ടുണ്ടാവും. അടുത്ത ബുക്ക് എടുക്കേണ്ടി വന്നിനി. അതിന്റെ റെക്കോർഡ് ഉണ്ടോ? റെക്കോർഡിംഗ് ഉണ്ട് സാർ, ഞാൻ അയച്ചുതരാം. അന്നാണ് ഞാൻ ആദ്യമായിട്ട് കയറുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് കയറി അന്നായിരുന്നല്ലോ അല്ലെ? എന്തായാലും താങ്ക് യു സോ മച്ച്. അടുത്ത അംജിത മാം എന്തെങ്കിലും ആഡപ്പ് ചെയ്യണ്ടോ? അംജിത മാം എന്തെങ്കിലും പറയാൻ പറ്റുമോ? അറിയുന്ന ആളാണോ എന്ന് അറിയില്ല. അറിയുന്നതാണെങ്കിലും അല്ലെങ്കിൽ മാമിന് പറയാട്ടോ. അംജിത മാം കേൾക്കുന്നുണ്ടോ? ആള് ജസ്റ്റ് കേൾക്കുന്ന മാത്രം. ഇവിടെ ഒന്നും പറയാട്ടോ, ഇവിടെ ആരും ഒന്നും പറയൊന്നുമില്ല. നമ്മളെ ചീത്ത പറയാട്ടെന്നാ മതി. ആയിക്കോട്ടെ, ഏതായാലും വൈൻഡപ്പ് ചെയ്യാല്ലേ? അംജിത ഒന്നും പറയുന്നത് കേൾക്കുന്നില്ല. ഏതായാലും താങ്ക് യു സോ മച്ച് എവരി വൺ ഫോർ ജോയിനിങ്. എന്തായാലും അടുത്ത വീക്ക് കാണാം. പിന്നെ യൂണിക്നെസ് ഫെസ്റ്റ് ഒക്കെ താല്പര്യമുള്ളവരൊക്കെ കോൺടാക്ട് ചെയ്യാം. ഏതായാലും താങ്ക് യു സോ മച്ച്. ഷിത് സാർ, ബീന മാം, ഷമീല മാം, റിഷോട്ട് മാം, നിത, അംജിത മാം. ഓക്കെ ബൈ. ഗുഡ് നൈറ്റ്. അസ്സലാമു അലൈക്കും.